വൃത്തികെട്ടവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു മൈരൻ ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നതെന്തോ എനിക്ക് പറയാനൊന്നും പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇറിറ്റേഷൻ ആയിപ്പോയി. പക്ഷേ ഇയാൾ പറഞ്ഞത് കുറേ ആൾക്കാർ വിചാരിച്ച് വെച്ചേക്കുന്ന കാര്യമാണ്. കുറേ നാറികളുണ്ട് ഇവിടെ, കുറേ മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അവന്മാരെല്ലാം മനസ്സിലിരിക്കുന്ന കാര്യം തന്നെയാണ്. അവന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇവൻ ഉണ്ടാക്കുന്നത് കിടന്ന്. അതിൻ്റെ അടിയിൽ കൊണ്ടേ കമന്റ് ഉണ്ടാക്കാൻ വേറെ കുറേ അവന്മാരും. അപ്പം എനിക്കിന്ന് പറയാൻ പോലും വയ്യ. എനിക്ക് ആ നാറിയുടെ മുഖം ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, അവനെങ്ങാനും ഇപ്പം എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ ചെപ്പാക്കുറ്റി നോക്കി അടിക്കുന്ന പറഞ്ഞാൽ ഉറപ്പായി അടിക്കും. അങ്ങനത്തെ ദേഷ്യത്തിലിരിക്കണം ഞാൻ. അവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെ നിന്നെങ്കിലും കാണുവാണേ അവനെ ഞാൻ അടിച്ചിരിക്കും, ഉറപ്പുള്ള കാര്യം. അവനെ ഞാൻ ചെരിപ്പൂരി അടിച്ചിരിക്കും, അത് പക്ക കാര്യമാണ്. എന്തൊരു വൃത്തികെട്ട മൈരനാണ്. ഓ, അയാളുടെ തമ്പനയിലാണ് അയാളുടെ ഏറ്റവും വലിയ ഇതൊക്കെ. ഇതിന്റെ പുറകെ പോയിട്ട് ഇന്നത്തെ ദിവസമേ പോയി. നമ്മൾ എന്തെങ്കിലും ഞാൻ ഇന്ന് രാവിലെ ലെസൺ പ്ലാൻ എഴുതാൻ വേണ്ടി നല്ല സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് ലെസൺ പ്ലാൻ എഴുതാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മൈരന്റെ വീഡിയോ കാണുന്നത്. പിന്നെ ഇതിനുള്ള ആൾക്കാരെ എല്ലാം വിളിച്ച്, ആൾക്കാർക്കെല്ലാം മെസ്സേജ് അയച്ച്, എല്ലാ ഫെമിനിസ്റ്റുകൾക്കെല്ലാം അയച്ച്, പിന്നെ വക്കീലിനെ വിളിച്ചു. എന്തൊക്കെ പ്രശ്നമാണ്. ഇന്നത്തെ ദിവസം ഒന്നും പഠിച്ചിട്ടില്ല. ഇവന്മാരിങ്ങനെ നമ്മളുടെ ജീവിതവും നമ്മുടെ കരിയറും നമ്മളുടെ എല്ലാമാണ് ഈ വൃത്തികെട്ട മെയിൽ ഷോവനിസ്റ്റുകളെ ഇവന്മാരുടെ പുറകെ നടന്നാണ് നമ്മൾ ഇല്ലാതാക്കി കളയുന്നത്. എന്തൊരു കഷ്ടമാണ്. എനിക്ക് എന്തോ പറയേണ്ടതൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് വൃത്തികേട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വൃത്തികേട്. ഇവൻ പറഞ്ഞ ഓരോ എനിക്ക് ഇത് പറയാനൊന്നും ഇഷ്ടമൊന്നുമില്ല. എനിക്ക് അത്രയും കലിപ്പായിട്ട് ഇരിക്കുവാണ്. എന്തൊരു മൈരൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മൈരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ നാറിനെ ഞാൻ എവിടെ കാണുവാനും പിടിച്ച് അടിച്ചിരിക്കും. അവൻ്റെ ചുണ്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവൻ വലിയ സൗന്ദര്യശാസ്ത്രം കൊണ്ട് വന്നേക്കുന്നു. മൈരന്റെ ചുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തറിയോ, പശുവിന്റെ കുണ്ടി പോലെ ഇരിക്കും. എന്നിട്ടാണ് അവൻ കിടന്ന് ഉണ്ടാക്കുന്നത്. രഹന ഫാത്തിമയുടെ പല്ല് പൊങ്ങിയിരിക്കുകയെന്ന്. അവന്റെ എന്നാ വൃത്തികെട്ട മൈരനാണ്. ഇത്രയും മൈരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ അമ്മോ, ഇവൻ അങ്ങോട്ട് തുടങ്ങുവാണ്. ഇവന്റെ ഓരോരോ വാക്ക് ഞാൻ എഴുതി വെച്ചു. പക്ഷെ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുറേ മൈരന്മാർക്ക് ഇതിങ്ങനെ കുറേ വിചാരമുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ലിങ്കൊന്നും തരത്തില്ല അവനെ. അല്ല പിന്നെ അവനെ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്ക്. ഇവൻ എന്തായാലും കംപ്ലൈന്റ് കുറേ ആൾക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കളക്റ്റീവായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നെ ഇവന് നല്ല പണി കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഡെഫിനറ്റ് ആയിട്ട് എന്തായാലും ഇവിടെ നിയമനിർമ്മാണം തന്നെ വേണം, അല്ലാതെ ഇത് ശരിയാവില്ല. ഈ സൈബർ സെല്ലിൽ ഇരിക്കുന്നവർക്ക് എന്തുവോ പണി എനിക്കറിയാൻ പാടില്ല. ഈ ഏറ്റവും കൂടുതൽ വെറുതെ പൈസ മേടിച്ച് സർക്കാരിന്റെ പൈസ തരുന്ന പടുവാണങ്ങളാണ് സൈബർ സെല്ലുകാർ. ഇവന്മാർക്ക് ഒരു പണിയില്ല. ഇവന്മാർ ഇത്ര സ്ത്രീവിരുദ്ധ പിന്നെ പറയുന്നൊന്നും കാണുന്നില്ലേ. അത് അതിനകത്തിരിക്കുന്ന ആൾക്കാർ നല്ല നല്ല കുലപുരുഷന്മാരെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരിക്കും. ഇവന്മാർ എന്തുകൊണ്ട് ഇതൊന്നും ഇതെടുക്കുന്നില്ല? എന്ത് കഷ്ടമാണിത്. എത്ര വൃത്തികേട്ടായിട്ട് സ്ത്രീകളുടെ ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ. വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് ഇതിനകത്ത് പിന്നെ എന്തുവാ ഇത് എടുത്തുവിടുക, കേസ് എടുത്തുവിടുക? അല്ലാതെ എല്ലാ കാര്യം സോമാധികം കേസ് എടുക്കുന്നത്. ഇത് എത്ര വൃത്തികെട്ടതായിട്ടാണ്, എത്ര ബാഡായിട്ടാണ് ഒരാളെ അപമാനിച്ചിരിക്കുന്നത്. ഒരാളെ അല്ല, എല്ലാ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് ഇയാള്. എന്ത് വൃത്തികേടാണ്. അയാൾ അങ്ങോട്ടേക്ക് തുടങ്ങുന്നത് കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ജട്ടി ഇടാറില്ല എന്ന്. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ജട്ടി ഇടാറില്ല, അതെന്തുകൊണ്ട്? അതാണ് അയാളുടെ ടോപ്പിക്ക്. എന്തോ ഒരു ടോപ്പിക്കാ ഇവിടെ. ഈ കേരളത്തിലല്ല, ഈ ലോകത്ത് എന്തോരം മനുഷ്യന്മാർ ജട്ടി ഇടാൻ നടക്കുന്നു. ഇതൊക്കെ വലിയ ടോപ്പിക്ക് ആക്കേണ്ട കാര്യമുണ്ടോ? ഇവൻ എന്നാ മയിരുണ്ടാക്കാൻ വേണ്ടി ഈ ജട്ടി നോക്കാൻ വേണ്ടി നടക്കുന്നത്? ഇവന് നാണമില്ലേ? ഇവൻ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ ജട്ടി നോക്കാൻ വേണ്ടി നടക്കുന്നത്? ഇവന് സ്വന്തം ജട്ടി ഇറക്കിയിടാൻ കഴിവില്ലാത്തവരാണ് ഈ മറ്റുള്ളവരുടെ ജട്ടി നോക്കിക്കൊണ്ട് നടക്കുന്നത്. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ജട്ടി ഇട്ടാലും ജട്ടിയിട്ടില്ല. നിനക്ക് എന്താടാ മൈരെ പട്ടി പുന്നാല മോനെ? എടാ മയ്യെ, എനിക്ക് കലിപ്പ് കയറിയിട്ട് നിന്നോടല്ലോ, നിന്നെ എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ നിന്നെ ആ പിന്നെ പശുവിന്റെ ചന്തി പറയുന്ന നിന്റെ ചുണ്ടില്ലേ, അത് പിടിച്ച് ഞാനിങ്ങനെ നിലത്ത് ഓരച്ചല്ലേ നിന്നെ ഞാനുണ്ടല്ലോ, നിന്റെ ചെപ്പക്കുരി ഞാൻ കാണിക്കും. പക്ക ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, വൃത്തികെട്ടവനെ. എന്തൊരു വൃത്തികെട്ടവനാണ് എൻ്റെ അമ്മോ. ഇവന്റെ ഒന്നും സൈഡിൽ കൂടെ ഒരു പെൺപിള്ളേരും പോകാൻ പറ്റത്തില്ല. ഇവനൊക്കെ നോക്കി വരാൻ സംഗതി ചെയ്യും. അങ്ങനത്തെ ടീമൊക്കെ ആയിരിക്കും. അങ്ങനത്തെ സൈക്കോളജിയാണെന്ന്. അവന് സൈക്കോളജി അറിയാം, അതുകൊണ്ടാണ് അവൻ ഈ പരിപാടി എടുക്കുന്നത്. ആൾക്കാർ എങ്ങനെയാണ് ഇവിടുത്തെ ആണുങ്ങളുടെ, ഇവിടുത്തെ മെയിൽ ഷോവനിസ്റ്റ് ആയ ആൾക്കാരുടെ സൈക്കോളജി അറിയാം.
കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ട് ജട്ടിയിടുന്നില്ല? അന്വേഷിക്കാൻ പറ്റിയൊരു വിഷയം. ഇവിടെ കേരളത്തിൽ എത്ര ആണുങ്ങൾ ഷഡ്ഡിടാൻ നടക്കുന്നു, കേരളത്തിൽ എത്ര മനുഷ്യന്മാർ ഷഡ്ഡിടാൻ നടക്കുന്നു, കേരളത്തിലെ മനുഷ്യൻ അല്ല ഇവിടെ നമ്മൾ ഷഡ്ഡിടാൻ നടക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ഒരു യൂട്യൂബ് വീഡിയോ ആക്കാൻ വേണ്ടി ഇതിനകത്ത് എന്താണുള്ളത്? എനിക്കറിയാൻ വേണ്ടി പാടില്ല. ഞാൻ ഓരോ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ എന്നിട്ട് പറയുന്നുള്ളതാണേ, ഇന്ന് വളരെ രസകരമായ വിഷയമാണ് ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലെന്ന്. അതെ, ഉറപ്പായാലും മെയിൽ ഷോയിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. കാരണം അവന്മാർക്ക് എന്താ, അവന്മാർക്ക് ജട്ടി ഇതൊക്കെ കാണാൻ കിടക്കുന്ന അവന്മാരല്ലേ. ഈ കളി കിട്ടാതെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണല്ലോ ഈ മെയിൽ ഷോയിനിസ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇവന്മാർക്ക് കളിയും കിട്ടത്തില്ല, ഒന്നും കിട്ടാതെ ഇങ്ങനെ നിരാശയുടെ കുഴിയിൽ ഇങ്ങനെ പോയിട്ട് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഏതെങ്കിലും പെൺപിള്ളേരൊന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അവന് കളിയോ കിട്ടുന്നില്ല. എന്നാൽ ഇനി പെണ്ണുങ്ങളെയൊക്കെ തെറി പറഞ്ഞേക്കാന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവന്മാർ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് പറയുക നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള വിഷയമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ വിഷയം പറയും, ഇന്ത്യയിലെ ഫെമിനിസ്റ്റുകൾ ജട്ടിയിടാറില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ. എടാ മയിലേ, ഇതിനകത്ത് എന്നതായി ഇത്രമാത്രം നീ കൊണക്കാനിരിക്കുന്നത്? ഈ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ജട്ടിയിട്ടില്ല, നിനക്ക് നാണമില്ലടാ ഈ കണ്ട കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ജട്ടിയിടാറില്ലെന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? നിനക്ക് നാണമില്ലേ? എന്നിട്ട് അവൻ പറയുക എന്തുകൊണ്ടാണ് കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ജട്ടിയിടാത്തത്? അവർ റിസർച്ച് നടക്കും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ജട്ടിയിടാത്തത്. ഇവന് വേറെ എടാ മയിലേ, എടാ നാറി, എടാ ഭൂലോക ഉടായിപ്പേ, എടാ നിനക്ക് നാണയില്ലേടാ ബാക്കിയുള്ളവരെ വിറ്റ് കാശുണ്ടാക്കാൻ? എടാ നിനക്ക് വീട്ടിൽ അരി മേടിക്കാൻ കാശില്ല, ഞാൻ കടം മേടിച്ച് തരണം പട്ടി. എനിക്ക് വായി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും വരത്തില്ല, അത്രയ്ക്ക് കാര്യം കയറിയിരിക്കണം ഞാൻ. അവന്റെ പറയിപ്പിക്കണോ മയിലിനെയൊക്കെ എന്നായിരുന്നു അറിയോ? മയിലിനെയൊക്കെ ഇന്ന് പിടിച്ചിട്ടുണ്ടല്ലോ, അവന്റെ അണ്ടി ചെത്തിട്ടുണ്ട്, ഇങ്ങനെ പടപടാന്ന് അറിയത്തില്ലേ, അവത്തെ ഞാൻ കുരുമുളക് ഇങ്ങനെ തേച്ചിട്ടില്ലേ, അവനെ അങ്ങ് വിടണം. അപ്പൊ അവന് നല്ല എനിക്കിന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല, എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് എൻ്റെ മിനിമം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാലിച്ചിട്ടുള്ള റെസ്പോൺസാണ്. എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റത്തുള്ളൂ. ഇത് വേണം നാളെ എനിക്ക് എതിരെ കേസെടുക്കുമായിരിക്കും. എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ സ്ത്രീകളുടെ അന്തസ്സിനും മാനത്തിനും ഒരു വിലയില്ല. ഇവിടെ ഏത് പുരുഷന്മാർക്കും എന്ത് വേണമെങ്കിലും വായി തോന്നി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് എതിരെ സ്ത്രീകളുടെ മാനത്തെ ഇവിടെ വിൽക്കുന്നതിന് ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ലോയ്ക്ക് ഒരു പ്രശ്നമില്ല. എല്ലാ പ്രശ്നം ആർക്കാണ്? പ്രശ്നം മൊത്തം സ്ത്രീകൾക്ക് തന്നെയാണ്. ഞാൻ പറയാൻ കേൾക്കുന്നുണ്ടോ ഇവിടെ എല്ലാം? എനിക്കിന്ന് ഞാൻ കമന്റ് പോലും നോക്കുന്നില്ല ഈ കരി കയറിയിട്ട്. എന്നിട്ട് ഇവൻ അങ്ങ് തുടങ്ങുക. ഇവന് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും കേട്ടോ. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയൊക്കെ നല്ല വയസ്സായി. അവരൊക്കെ വയസ്സായത് ഇതൊക്കെ വിട്ടൂടെ? ഇവന്മാർക്ക് ഒരു വയസ്സായ സ്ത്രീനെ പോലും വെറുതെ വിടത്തില്ല. എന്തൊരു കഷ്ടമാണ്. ഇവന് ആരുടെ പേരൊന്നും പറയില്ല, പക്ഷെ എല്ലാവരും ഇരിക്കുന്ന പൊസിഷൻ എടുത്തിട്ട് ഇങ്ങനെ പറയും. ഇവന് എന്തിന്റെ കഴപ്പാന്ന് എനിക്കറിയത്തില്ല. 10-60 വയസ്സായ ഒരു മൈരനാണ്, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന മൈരനാണ്. എത്രയോ ഇടി വെറുതെ വിട്ടി പോകുന്നു, എത്രയോ വണ്ടി ഇടിച്ച് എത്ര ആൾക്കാർ മരിക്കുന്നു. ഇവന്റെ ഒന്നും തലയിൽ ഒരു വണ്ടി പോലും കയറത്തില്ലല്ലോ എൻ്റെ ദൈവമേ. ഇവനെയൊക്കെ എന്തെങ്കിലും ഒരു കാലന്മാരൊക്കെ വെറുതെ ഇരിക്കുകയാണ്. കാലം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്, ഇവനെ കൊണ്ട് ആദ്യം കെട്ടി എഴുന്നള്ളി കൊണ്ടുപോയി ഇങ്ങോട്ടേക്ക്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനത്തെ പടുവാടങ്ങളെ വെച്ചേക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ മൈരൻ എൻ്റെ കണ്ണ് തുറപ്പിച്ച് കളഞ്ഞിരിക്കും. അമ്മാതിരി മൈരൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി മൈരൻ. എന്നിട്ട് ഇവനിങ്ങനെ പറയുവാണേ, ഇവന്മാർ എന്നിട്ട് പറയാം ഇന്ന് നായികമാരെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്, നായകന്മാരെ പറ്റി ഇടുന്നത്. എന്തുവാ നിനക്ക് നായകന്മാരെ പറ്റി മാത്രം പറയണ്ടത്? നിനക്ക് എന്തുവാ നായകന്മാരെ ഷഡ്ഡി ഇടാത്തതിനെ പറ്റി പറയാത്തത്? എടാ മൈരേ, നീ പോയി ആദ്യം നീ സ്വന്തം ഉണ്ടാക്കുന്ന ഷഡ്ഡി എടുത്തോണ്ട് കഴുകാൻ വേണ്ടി പഠിക്കും നാറി. എന്നിട്ട് നീ മറ്റുള്ളവർ ഷഡ്ഡി ഇടുന്നുണ്ടോ ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി വേടാ പട്ടി. എന്താന്നുള്ളൂ എനിക്ക്. പക്ഷെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ളതുമായ സാധനം എൻ്റെ വായിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മൈരെ നിന്നെ ഞാൻ പറയാത്തത്. എടാ മൈരെ, നീ ഇത് കാണുമെന്ന് എനിക്കറിയാം. എടാ നീ ഇത് കാണുമെന്നറിയാം, എനിക്ക് എല്ലാവരും കാണും. അതിനുവേണ്ടി തന്നെ ഞാൻ ഇത് പറയുന്നത്. എടാ നിന്നോടൊന്നും ഇല്ലേ, വേറെ ഒരു ഭാഷ എനിക്ക് പറയാൻ അറിയത്തില്ല. എനിക്ക് ഇതിനേക്കാളും വലിയ തെറിയൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മിനിമം പാലിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറയുന്നത്. എന്നിട്ട് ഏതോ വനിതാ കമ്മീഷൻ, എന്നിട്ട് അവര് പൊന്മുടി പോയിന്ന്. ഇവിടെ പെണ്ണുങ്ങൾ പൊന്മുടി പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുവാ കുഴപ്പം? എനിക്കറിയാൻ വേണ്ടി പാടില്ല. ഇപ്പം ഇവിടെ സ്ത്രീകൾ ഏതെങ്കിലും പുരുഷന്മാരുടെ കൂടെ പൊന്മുടി പോയ കുഴപ്പം. ഈ സ്ത്രീകൾ പുരുഷന്മാരോട് പോയി ഹോട്ടലിൽ പോയി റൂം എടുത്തു, അവർ സംസാരിച്ചു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഡിസ്കഷൻ ചെയ്തു, അല്ലെങ്കിൽ അവർ റൂം എടുത്തു, അവർ കളിച്ചു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ കുഴപ്പം? നിന്റെ വീട്ടിലെ കാശ് കൊണ്ടാണ് അവരവിടെ പോയി കളിക്കുകയോ എന്ത് വേണം ചെയ്തു. നിനക്ക് പിന്നെ നിനക്ക് എന്ത് ഇത്ര വലിയ കുഴപ്പം? നീ എന്തിനാ ഈ യൂട്യൂബിലിട്ട് ഇത് ഇത്ര വലിയ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്? നിനക്ക് വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഞങ്ങൾ പിരിച്ചു തരാടാ മയില്. നീ ഫെമിനിസ്റ്റുകൾക്കെല്ലാം കൂടെ ഉണ്ടാക്കാതെ നിനക്ക് ഞങ്ങൾ പിരിച്ചു തരാടാ. ഞങ്ങൾ വേണേ പിന്നെ പിച്ച തന്നെ ഉണ്ടാക്കി തരടാ. നിനക്ക് ഇതിനേക്കാൾ ഇതിനേക്കാളില്ലേ
എത്ര അന്തസ്സുള്ള പരിപാടി പിന്നെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്താടാ, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അന്തസ്സില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വർഗമാണ് ഈ യൂട്യൂബിൽ ഈ സ്ത്രീകളെയും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ആൾക്കാരെയും ഇങ്ങനെ ഈ താഴ്ത്തി പറഞ്ഞിട്ട് പിന്നെ പൈസ ഉണ്ടാക്കുന്ന പടുമാണങ്ങളായ കുറേ അവന്മാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതൊരുത്തം ചെയ്തായിരുന്നു. അവനാണ് ഞാൻ ഇതുപോലെ പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തു. അപ്പോഴത്തേക്ക് അവനത് പൂട്ടി. പക്ഷെ അവൻ പൂട്ടിയാലും എവിഡൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവൻ പറഞ്ഞു എന്തിൻ്റെ കഴപ്പാണോ എന്തോ, വേറെ ഒന്നുമില്ല. ഇത് കുറേ ആൾക്കാർക്ക് ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ചൊറിച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന് എന്നാൽ പിന്നെ ഈ ഫെമിനിസ്റ്റുകളെ വായിത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം. കാരണം ഇവിടുത്തെ ലോ ഒക്കെ ഭയങ്കര വീക്കാണ്. കാരണം പെണ്ണുങ്ങൾ എന്ത് വന്നാലും ഇവിടെ ലോ ഇല്ല. പക്ഷേ രഹന ഫാത്തിമ ഒന്ന് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ലോ ഒക്കെ അങ്ങ് ഉണരും. അങ്ങനത്തെ ലോയാണ് ഇവിടുത്തെ ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും പറ്റത്തില്ലെന്ന് വിചാരിച്ച് ഇവരങ്ങ് വായിത്തൊന്നും ഒക്കെ അങ്ങ് വിളിച്ച് പറയുക. എന്നിട്ട് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ പിന്നെ പൊന്മുടി പോയി. എന്നിട്ട് അവരവിടെ വന്ന സമയത്ത് പോലീസ് വണ്ടിയെ തട്ടി. എന്നിട്ട് ചില്ല് താഴ്ത്തിയിരുന്നൊക്കെ. ചില്ല് താഴ്ത്തിയാലും ഇല്ലെങ്കിൽ ഇവന്മാർക്ക് എന്തിൻ്റെ സുഖം? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാത്തത്? നിങ്ങൾ ഇപ്പം സ്ത്രീകളാണെങ്കിലും ഇപ്പം ആരാണെങ്കിലും നിങ്ങൾ എൻ്റെ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വിളിഞ്ഞു നോക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവരോട് അവർ പോകും, കളിക്കും, ചിലപ്പോൾ കിടക്കും, എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം? അത് അവരുടെ പേഴ്സണൽ ലൈഫല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് എന്താണ്? അത് അവരുടെ ഇഷ്ടമാണ്. അവർ പോണോ, കളിക്കണോ, സംസാരിക്കണോ, ഇരിക്കണോ, പിന്നെ കഥ പറയണോ, ഇതൊക്കെ അവരുടെ എന്താണ്. നിങ്ങൾക്ക് ഏത് കാലത്താണ് ജീവിക്കുന്നത്? നിനക്കൊന്ന് ആ പണ്ടത്തെ നൂറ്റാണ്ടിൽ നീ ഉണ്ടായ കാലത്തൊന്നും വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ലേ മയിര്? നീ എന്നാ ഉണ്ടാക്കാനാണ് ഈ സാധനമൊക്കെ വിളിച്ചു പറഞ്ഞോണ്ട് നീ കാശുണ്ടാക്കുന്നത്? ഇതൊക്കെ ഇതിനേക്കാൾ നമ്മൾ പൈസ വരച്ചാലാടാ. എന്ത് വൃത്തിയിട്ടവനാണ് മയിരൻ? എന്നിട്ട് ഏതാ കോൺഗ്രസ് നേതാവ് ഇങ്ങനെയൊക്കെ ഇവനിങ്ങനെ എന്നിട്ട് എന്താ പൊന്മുടിയിൽ സ്വകാര്യ പിന്നെ അവൻ ഡബ്ബിങ് ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാം, ഈ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാരിരുന്ന് കഥ പറയുന്ന മേഖലയാണ് സിനിമാ ഫീൽഡ്. സിനിമയിൽ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ സിനിമ പെണ്ണുങ്ങളില്ലാത്ത സിനിമ പോയി പെണ്ണുങ്ങളില്ലാത്ത സിനിമ പോയി കണ്ടാൽ പോരെ? സിനിമയിലുള്ള എല്ലാ പെണ്ണുങ്ങളും പിഴയാണെന്നും സിനിമയിലെ പിഴച്ച പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളെന്നും സിനിമയിൽ കയറണമെങ്കിൽ പെൺപിള്ളേരെല്ലാം പിഴയ്ക്കണമെന്നാണ് ഇവിടുത്തെ സകലമായ ആണുങ്ങളുടെ വിശ്വാസം. ഒരു 90% ആണുങ്ങൾ വിശ്വസിക്കുന്ന ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ സിനിമ കയറാൻ വേണ്ടി എന്താ പറയുക, സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ കയറാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ ഈ സ്ത്രീകളെ, സിനിമയിലുള്ള എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അവരങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, അവർക്ക് കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവർ പിന്നെ ചൂഷണമല്ല, ചൂഷണം ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ടോ, ഡെഫിനറ്റ്ലി നടന്നിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് സിനിമയിലെ പെണ്ണുങ്ങൾ അപ്പോൾ ഈ സിനിമയിലെ പെണ്ണുങ്ങൾ പിന്നെ പെണ്ണുങ്ങളെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ യൂസ് ചെയ്യുന്ന എതിരെ പ്രതികരിക്കുന്നില്ല? നിങ്ങൾക്ക് അവിടെ അപ്പോൾ എന്താണ്, ആ ഇരയാകപ്പെട്ട പെൺകുട്ടി തന്നെയാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ടിരുന്നത്. ഇവിടെയുള്ള ആണുങ്ങൾക്കെല്ലാം പ്രശ്നമാകുന്നത് അവിടെയാവുന്ന ഇരയാകപ്പെട്ട പെൺകുട്ടിയല്ല, പിന്നെ ആ ക്രൈം ചെയ്യുന്ന ആളെയാണ് ഇവിടെ എല്ലാവരും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇരയാകപ്പെട്ട പെൺകുട്ടി വീണ്ടും ഇര തന്നെ, അവൾ അങ്ങനെ ചെയ്തിട്ട സിനിമയിൽ കയറി, അവൾ ഇങ്ങനെ ചെയ്തിട്ട സിനിമയിൽ കയറിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഏറ്റവും കൂടുതൽ ഈ വ്യഭിചാരം കേൾക്കുന്ന മേഖലയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾക്ക് എന്താ പിന്നെ ആണുങ്ങൾ മാത്രമുള്ള സിനിമ കണ്ടാൽ പോരെ? നിങ്ങൾ ഈ എല്ലാ പെണ്ണുങ്ങളുള്ള സിനിമയും കാണുകയും വേണം, പെണ്ണുങ്ങളുടെ അതും കാണും, പെണ്ണുങ്ങളുടെ വയറും കാണണം, പെണ്ണുങ്ങളുടെ മുലയും കാണണം, എല്ലാം കാണണം, സിനിമയും കാണണം. എന്നിട്ട് അവിടെ പോയി എല്ലാം ചെയ്യുകയും വേണം. എന്നിട്ട് ഉള്ള പെണ്ണുങ്ങളെ മൊത്തം കുറ്റമാണ് തന്നെ സിനിമയിലുള്ള. ഇത് സിനിമയിലുള്ള ഒരു പിന്നെ പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ കുറേ അവൻ കടന്ന് കുറേ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ. അത് ഇവൻ എന്ന് പറഞ്ഞാൽ എന്തോ സൈക്കോളജി ഒക്കെ പിടിച്ച ഏതൊരു മൈൻഡാണ്. ഇവ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ കിടന്നുണ്ടാക്കൂല. എന്നിട്ട് ഇവൻ ഈ ആൾക്കാരെ ഈ എന്താ പറയുക, ജെന്യുവിൻ കഥയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഓരോരോ പേര് പറയും. പ്രേമൻ, അവിടെ എന്താ പറയുക, ഒരു പിന്നെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു പ്രേമൻ, അപ്പുറം ഒരു റൂം ബോയ് ഉണ്ടായിരുന്നു തങ്കപ്പൻ, ഇങ്ങനെയൊക്കെ പേര് പറയും. ഇങ്ങനത്തെ പേരൊക്കെ എന്താ കോമൺ ആയിട്ടുള്ള പേരാണ്. ഇതൊക്കെ സൈക്കോളജിയിലെ ഒരു ടെക്നിക്കാണ്. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഇവൻ എന്താ പറയുക, ഇവൻ നോണ പറയുമ്പോൾ അതിന് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പേരുകളൊക്കെ ഉണ്ടാക്കി ചേർക്കുന്നത്. ഇവൻ സൈക്കോളജി കറക്റ്റ് പഠിച്ചുകൊണ്ട് ഇവൻ അതിന് കുറേ മീൻസ് എങ്ങനെയാണ് ആൾക്കാരെ കള്ളത്തരം പറഞ്ഞ് നോണ പറഞ്ഞിട്ട് അത് സത്യം തെളിയിക്കണമല്ലോ, അതിനു വേണ്ടി ഇവൻ ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ ചെയ്യും. അതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തുവാ സിനിമാ വൃത്തങ്ങളൊക്കെ പറഞ്ഞു.
ഇവരെന്താ പറയുക, ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നിട്ട് ഒരു തുണിയില്ലാതെ അവിടെ കിടന്ന് എന്തൊക്കെ ചെയ്യുകയെന്നൊക്കെ. എടാ ആര് ഈ തുണിയില്ലാതെ എവിടെ കിടന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അവിടെ കിടന്ന് കളിക്കുമെന്ന്. എടാ അവരെവിടെ കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നിനക്ക് യൂട്യൂബിലിട്ട് അത് വരുമാനം ഉണ്ടാക്കേണ്ടത് അത്രയും ഗതികേടുണ്ടോ മൈരേ? നിനക്ക് നാണമുണ്ടോ അത് പിന്നെ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? എടാ ആരെങ്കിലും ഏതെങ്കിലും റൂമിൽ കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. സത്യമാണെങ്കിൽ സത്യമല്ലെങ്കിലും ഈ രണ്ടുപേര് കളിക്കുന്ന കാര്യം നീ എന്തിനാ കൊണ്ട് നിന്റെ യൂട്യൂബ് എടുത്ത് നീ അവൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നേ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? നിനക്ക് നമ്മൾ പൈസ പിരിച്ചു തരാനേ നിനക്ക് പൈസ ഇല്ലെങ്കിൽ നിന്റെ വീട്ടിലെ നിനക്ക് ഭാര്യയുണ്ടോ മക്കളുണ്ടോ നീയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവർ ജോലിക്ക് പോകുന്നതൊന്നും അറിയത്തില്ല. മിക്കവാറും ഇയാൾക്ക് ഭാര്യ മക്കളൊന്നും കാണില്ല. കാരണം ഇയാളുടെ ഈ സ്വഭാവം വെച്ചിട്ട് ആർക്കൊന്നും ഇയാളുടെ കൂടെ ഒന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. അതാ നിനക്ക് ഈ മരുന്ന് മേടിക്കാൻ നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ പിരിച്ചു തരാം. നീ ഈ ഊള പരിപാടി ഒന്ന് നിർത്ത്. എന്തും മയിര് തരമാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് എന്തൊക്കെയോ എന്നിട്ട് പിന്നെ ഇവനെ വളരെ വലിയൊരു പ്രിൻസിപ്പിളാണ്. ഇവൻ ഭയങ്കര പ്രിൻസിപ്പിൾസാണ് ഉണ്ടാക്കുന്നത്. പുതുതായിട്ട് ഇവന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇവൻ കുറേ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഓറൽ സെക്സ് ചെയ്യുന്നവരുടെ വാ ഭയങ്കര വലുതായിരിക്കുന്നത്. കുറേ പെണ്ണുങ്ങളുടെ വാ ഇവിടം തൊട്ട് ഇവിടം വരെ അത് ഓറൽ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. എടാ പെണ്ണുങ്ങൾ ഓറൽ സെക്സ് ചെയ്ത് കൊടുക്കും. പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ ഓറൽ സെക്സ് ചെയ്ത് കൊടുക്കും. ആര് ഓറൽ സെക്സ് ചെയ്താൽ നിനക്ക് എന്താ? നീ എന്തിനാ നിന്റെ യൂട്യൂബിനകത്ത് ഇട്ടോ വരുമാനമായി മാറ്റുന്ന മയില്? പെണ്ണുങ്ങളുടെ ചുണ്ട് ഇവനൊക്കെ എവിടുന്ന് വരുന്നു എന്ന്? പെണ്ണുങ്ങളുടെ ചുണ്ട് വലുതായി പോകുന്ന ഓറൽ സെക്സ് ചെയ്തുകൊണ്ട് വന്ന് ഇവരൊക്കെ എന്ത് വായി തോന്നിയ കാര്യമൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഓരോരുത്തരുടെ ചുണ്ട് ഓരോന്ന് പോലെയായിരിക്കും. അത് ഓരോ ജനറ്റിക് ആയിട്ടും അവരുടെ പിന്നെ അച്ഛനമ്മമാരുടെ ചുണ്ട് പോലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ചുണ്ടുണ്ടാവുന്നത്. ഇതൊക്കെ എന്നിട്ട് കേട്ടിട്ട് ലൈക്ക് അടിക്കാനും കുറേ വൈരന്മാർ. അതിൻ്റെ അടി കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ എൻ്റെ അമ്മ നമ്മുടെ കിളി പോവും. അങ്ങനത്തെ ഓരോരോ കമൻറ്റുകളൊക്കെ എനിക്കാണ് അങ്ങോട്ടേക്ക് ഇന്നത്തെ എൻ്റെ ദിവസമേ പോയി. ഇവനെതിരെ ഡെഫിനറ്റ് ആയിട്ട് ലീഗലി കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കഴിഞ്ഞ് ഡെഫിനറ്റ് ആയിട്ട് നിനക്കെതിരെ ഡെഫിനറ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് കിട്ടും. നീ നോക്കിയിരുന്നോ? നീ എവിടെ നീ എന്നാ പറഞ്ഞേ? നിന്റെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം, എന്നിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയണത്. നിന്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മാസമായിട്ട് ഞാൻ ഇത് ഇന്നാണ് കാണുന്നത്, നേരത്തെ കണ്ടില്ല. പിന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ശബ്ദം കൂട്ടാനും ഓറൽ സെക്സ് ചെയ്ത് നന്നാവുന്നു. എടാ മൈരെ നീയൊക്കെ ഏത് കോണത്തിലെ സയൻസ് എടുത്തോണ്ട് വന്നിട്ടാണ് പറയുന്നത്? ഇതൊക്കെ എന്നാ സയന്റിഫിക് എവിഡൻസ് ഉള്ള കാര്യമാണ്. പിന്നെ നീ ഇവനൊക്കെ എവിടുന്ന് വരുന്നതെന്ന് എനിക്കറിയാൻ വേണ്ടി പറയത്തെ. ഇവനെയൊക്കെ ഉണ്ടല്ലോ പിടിച്ചിട്ട് ഇവനെ കൈ കിട്ടണം. ഇവനെ ശരിക്കും എന്തായിരുന്നു ഇവൻ 22 ഫീമെയിൽ കോട്ടയത്തിന് സംഭവമില്ലേ? അതൊക്കെ ഇവനൊക്കെയാണ് ശരിക്കും കൂട്ടാ അർഹിക്കുന്നത്. ഇവനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇവനിങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഫെമിനിസ്റ്റുകളെ പറയാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് ഇവനിങ്ങനെ നീറിയിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ ലോയും ഒക്കെ നേരെ ഓപ്പോസിറ്റ്. എല്ലാ മേൽ ഷോവനിസ്റ്റുകളുടെയും കൂടെ ഇവിടുത്തെ സിസ്റ്റം നിൽക്കും. ഇവിടെ പെണ്ണുങ്ങളെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ പെണ്ണുങ്ങൾ ആർക്കെതിരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ പ്രശ്നമാവും ഇത്. എന്തൊരു മൈരനാണ് എൻ്റെ അമ്മ! ഇത്രയും വലിയ മൈരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി എനിക്ക് പറയാനൊന്നും വയ്യ. എനിക്ക് അങ്ങോട്ടേക്ക് എന്തൊരു ഇറിറ്റേഷൻ ആയിപ്പോയി, ഭയങ്കര ഇറിറ്റേഷൻ ആയിപ്പോയി. ഇവിടുത്തെ സൈബർ നിയമങ്ങൾ ഇതൊക്കെ എന്നാണ് മാറുന്നത്? എന്ന് മാറും എനിക്കറിഞ്ഞൂടാ. കുറേ ഉണ്ട് ഇനി. പിന്നെ ഇപ്പം മൊത്തം ഓരോ പെണ്ണുങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇൻഡൾജ് ചെയ്ത് കയറിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പെണ്ണിൻ്റെയും പേഴ്സണൽ ലൈഫിലേക്ക് ഇൻഡൾജ് ചെയ്ത് കയറിയിട്ട് ഒരു പെണ്ണിൻ്റെ അല്ല ഒരു വ്യക്തിയുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഇൻഡൾജ് ചെയ്തിട്ട് കയറാൻ വേണ്ടിയുള്ള അധികാരം നിങ്ങൾക്കില്ല. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഒരു സ്ത്രീ അല്ലെങ്കിൽ ആരുടെ ആയാലും പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇൻഡൾജ് ചെയ്ത് കയറുന്നത്? അതിൻ്റെ ആവശ്യം എന്തുവാ? ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ചുമ്മാ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഇത്. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര ഇറിറ്റേഷൻ ഉണ്ടാവും? ഇത് കേൾക്കുന്ന ആൾക്കാർ എത്ര നിങ്ങൾ ഒരാളെ ദുഃഖിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് എത്ര ദിവസം ഇത് മെന്റൽ ട്രോമ ഉണ്ടാക്കുക നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം? നിങ്ങൾക്ക് കാശുണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ഈ വായി തന്നെ മൊത്തം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതെന്ത് വൃത്തികെട്ട പരിപാടിയാണ്? അതിന് മൊത്തം ഇവിടുത്തെ സിസ്റ്റം സപ്പോർട്ട്. ഇവിടുത്തെ സിസ്റ്റത്തിന് അയ്യോ അയാൾ അതെന്തോ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടെ സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ സിസ്റ്റത്തിലുള്ള ഇവിടെ ഹയർ ഒഫീഷ്യൽസിൽ ഇരിക്കുന്ന ആരും ആണെങ്കിൽ ശൈലജ ടീച്ചറിനെ ആരാണ്ടൊക്കെ കുറെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ എന്തൊക്കെയോ മോർഫ് എത്ര വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞുള്ള ആളെ പിടിച്ചു. അങ്ങനെ ഏതെങ്കിലും ഉന്നത ഇപ്പം മിനിസ്റ്റർ ലെവലിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ ഇവർ പെട്ടെന്ന് ആൾക്കാരെ പ്രതിനെ പിടിക്കും. അല്ലാതെ സാധാരണ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പിന്നെ ആൾക്കാരെ പിടിക്കുന്നില്ല? എന്തുകൊണ്ട് നിയമനിർമ്മാണം ഉണ്ടാകുന്നില്ല?
ഡെഫിനറ്റ് ആയിട്ട് നിയമനിർമ്മാണം ഉണ്ടാവണം. ഡെഫിനറ്റ് ആയിട്ട് ഇവിടുത്തെ സ്ത്രീകളെല്ലാം കൂടെ ഇനി തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ്. ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ തെരുവിലിറങ്ങേണ്ട അവസ്ഥ തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് എത്ര കാലമായി ഈ സൈബർ ബുള്ളിങ് സഹിക്കുന്നു? എത്ര കൊല്ലമായി? നമ്മൾ എന്തിനിങ്ങനെ സഹിക്കണം? നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇവന്മാർക്ക് നമ്മളെല്ലാം വെടികളാവുന്നത് എന്തുകൊണ്ടാ? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഇവന്മാർക്ക് ഇതെല്ലാം വെടികളാണ്? ഇവൻ പറയുന്നത് എങ്ങനെയാ ഫെമിനിസ്റ്റുകൾ മൊത്തം ഇവിടുത്തെ വെടികളാണെന്ന്? അതെങ്ങനെ ഫെമിനിസ്റ്റുകൾ മൊത്തം വെടികളാവുന്നേ? ഇപ്പൊ നമ്മൾ തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തുന്നുണ്ട്, നമ്മൾ ശബ്ദം ഉറക്കെ പറയുന്നുണ്ട്, നമ്മൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ പിന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവരെല്ലാം നമ്മൾ കാണുന്നവന്മാരോടെ എല്ലാം പോയി കിടന്നു കൊടുക്കുന്ന ആളുമാരല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? എല്ലാവരും കുറെ ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു വെച്ചേക്കുന്നത്. ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരോട് എല്ലാം പോകുന്നു. ഇപ്പൊ ഞാൻ മാസ്റ്റർബേഷനെ പറ്റി പറയുന്നത് വൈബ്രേറ്റർ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഈ കാണുന്ന എല്ലാവരും കൂടെ പോയി കടന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണോ? നമുക്കത് സെൽഫായിട്ട് ഒരു ഡിഗ്നിറ്റി സെൽഫ് റെസ്പെക്ട് ഒന്നുമില്ല. നിങ്ങളതെന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ ആ പ്രശ്നം ആർക്കും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇതൊരു പ്രശ്നമാണെന്ന് കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് പുറത്തേക്ക് വന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ഇത് ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാം കാണില്ല നമ്മൾ വേടി. ഇത് നമ്മളിത് കോൺസ്റ്റന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ എത്ര ബാധിക്കും? നിങ്ങൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാതെ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെ എന്താ പിന്നെ നേരിട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട്? ഒരു ധൈര്യമില്ല. ചുമ്മാ ഇങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കിടന്ന് കൊണോണാന്ന് കിടന്ന് ഉണ്ടാക്കുക. എന്നിട്ട് ഇവ എന്നിട്ട് പറയുന്നുണ്ട് രഹന ഫാത്തിമ, ബിന്ദു അമ്മണി അവരൊന്നും എന്തോ ഇങ്ങനെ പല്ല് പൊന്തിയിരിക്കുകയോ ഇതായിട്ടിരിക്കുകയോ എന്നിട്ട് അവർ എന്താ അതുകൊണ്ടൊന്നും എന്നെ ഇത് കുറേ ഉണ്ട്, ഇത്രയും ഉണ്ട്. ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇവൻ പറയുന്ന ഈ ശബരിമലയിൽ കയറിയ പെണ്ണുങ്ങളും ഇവരൊക്കെ കക്കൂസ് ടോയ്ലറ്റ് പോലെയാണ്. ഇത് ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ഇതിന് എൻ്റെ പോസ്റ്റിനിടയിൽ വന്ന് കുറെ അവന്മാർ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. കക്കൂസ് പോലെയാണ്, KSRTC ടോയ്ലറ്റ് പോലെ ഒക്കെയാണെന്ന്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മൾ ശരിക്കും ഞാൻ പറയട്ടെ, ബാക്കി എല്ലാവരെ പോലെ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമുക്ക് പിന്നെ എന്താ ഇപ്പൊ എനിക്ക് ഈ ലൈവ് ഇടേണ്ടതോ എനിക്ക് ഈ ഫേസ്ബുക്കിൽ എഴുതണ്ടോ എനിക്ക് ഈ തെറിവിളി മേടിച്ച് കൊണ്ടോ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതുപോലെ ഈ ശബരിമലയിൽ ബിന്ദു അമ്മണിക്ക് പോയിട്ട് ഇവിടെ ഒന്നും നേടാൻ വേണ്ടിയില്ല. അവർക്ക് ആർക്കും പേഴ്സണൽ ലൈഫിൽ ഒരു ബെനിഫിറ്റും ഇല്ല. ഇപ്പം രഹന ഫാത്തിമ ഇപ്പം കാലിന്റെ മേലെ ഡ്രസ്സ് മേലെ കയറ്റി വെച്ചോണ്ട് ഇവർക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഇവർ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ നമ്മൾ ഉറക്കെ പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം നഷ്ടമാകുന്നു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം നഷ്ടമാകുന്നു, നമ്മുടെ കോളേജിൽ നമുക്ക് ചീത്തപ്പേര്, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചീത്തപ്പേര്, എല്ലായിടത്തും ചീത്തപ്പേര്, എവിടെ പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ്. അത് നമ്മൾ എന്തുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് നല്ലൊരു സൊസൈറ്റി വേണം. നാളെ ഒരു നല്ലൊരു നാളെ എല്ലാവർക്കും ഇവിടെ എല്ലാ സ്ത്രീകൾക്കും ആത്മാഭിമാനത്തോടെ നടക്കാൻ പറ്റണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കാര്യം പറയുന്നത്. അല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പഠിക്കുകയാണെങ്കിൽ എനിക്ക് വേഗം സെറ്റ് എഴുതി വേഗം കയറി എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ടീച്ചറോ എന്തെങ്കിലും പ്രൊഫസറോ എന്തെങ്കിലും ആയിട്ട് പിന്നെ അത് മാത്രം നോക്കി കുറേ കാശ് മേടിച്ച് കാർ മേടിച്ച് അങ്ങനെ എനിക്ക് വേണം എൻ്റെ ഇത് മാത്രം നോക്കി നിന്നാൽ മതി. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എല്ലാവർക്കും ഈ ആക്ടിവിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരോ ഈ ഫെമിനിസ്റ്റ് ആയി നിൽക്കുന്നവർക്കൊക്കെ ഇവരുടെ ഫീൽഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ പുറകെയൊക്കെ പോകുന്നതിന് ഈ സമയമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കരിയറിലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അസൈൻമെന്റ് ഒക്കെ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ട് പോലും ഇല്ല. എൻ്റെ ലെസൺ പ്ലാൻ ഒന്നും അതൊന്നും ചെയ്യാതെ ഇതിന്റെ പുറകെ ഇരിക്കുന്നു. എന്തിനു വേണ്ടി ഈ കേസ് കൊടുക്കാൻ വേണ്ടി അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, ഇത് ചെയ്യുന്നു, അഡ്വക്കേറ്റിനെ വിളിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പിന്നെ ഇപ്പോൾ ഉള്ള സ്ഥിതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്ഥിതി നാളെയുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, നാളെ ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാവണം എന്നുള്ള ഒരു വിഷനോടുകൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ നാളെ ഒരു നല്ല ലോകം ഉണ്ടാവണം എന്നുള്ള ഒരു വിഷനോട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം വെടികളും കക്കൂസും ആവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇവിടെ എന്നിട്ട് സ്വന്തം ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാതിരുന്നിട്ട് ഈ സിസ്റ്റത്തിനെല്ലാം മിണ്ടാതിരുന്ന് എല്ലാം എല്ലാം ചിരിച്ചു കാണിക്കുന്ന ആൾക്കാർ മാത്രം നിങ്ങൾക്ക് ഇവിടുത്തെ സൂപ്പർ ഹീറോസ്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ നല്ലൊരു നാളേക്ക് വേണ്ടി പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇങ്ങനെ കക്കൂസും വെടികളും ആവുന്നത്? എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഫെമിനിസ്റ്റ് ആയ അവകാശപ്പെടുന്ന വെടികൾ, ഈ വെടികൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ വെടികൾ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആരുടെ കൂടെ ഒക്കെ പോകുന്നുണ്ട്, നമ്മൾ ഇത്ര പേരെ കൂടെ പോകുന്നുണ്ട്, നമ്മൾ പൈസ മേടിച്ചിട്ട് അവന്മാർക്ക് കടന്നു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഇതൊക്കെ പേഴ്സണലായിട്ട് നിങ്ങളെ ഞങ്ങളുടെ പുറകെ ക്യാമറയും കൊണ്ട് വന്നാലും നിങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഫുൾ അറിയുന്ന പോലെ ഉണ്ടല്ലോ. ഈ വെടി എന്നൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ അറിയുന്നുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ ഇവിടുത്തെ ഫെമിനിസ്റ്റ് ആയ സ്ത്രീകൾ ആരുടെ കൂടെ പോകുന്നത്, എന്തുകൂടെയാണ് പോകുന്നത് എന്നൊക്കെ. ഇവിടെ ഒന്നും ആരെയും
ആരുടെ കൂടെ എവിടെ ഒന്നും പോകുന്നൊന്നുമില്ല. അവര് എന്ത് ഇത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുമ്പോഴത്തേക്കും എങ്ങനെ നിങ്ങൾക്ക് വെടികൾ എന്നുള്ള ഇത് വരുന്നത്? എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താന്ന്. ഇനിയിപ്പോ നമ്മളിപ്പോ ആരുടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ എന്തോ കുഴപ്പമെന്താ? ആരെങ്കിലും ആരുടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമെന്താ? അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ, നിങ്ങളുടെ പേഴ്സണൽ കാര്യമില്ല. പിന്നെ എന്തിനാ നിങ്ങൾക്ക് എന്തിനാ ഇത്ര വലിയ കുഴപ്പം ഉണ്ടാക്കുന്നത്? നിങ്ങൾ അതെന്തിനാ ഈ യൂട്യൂബിൽ ചാനലിൽ കൊണ്ടുപോയിട്ട് കൊളായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ അത്? ഇത് എന്ത് കഷ്ടമാണ്. നമ്മൾക്ക് ഇവിടെ കാശുമില്ല, ഒന്നുമില്ല. രഹന ഫാത്തിമയുടെയൊക്കെ ജോലിയും പോയി, പിന്നെ അതും പോയി, എല്ലാം പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ആണ് ജീവിക്കുന്നത്. അവർ അമ്മയ്ക്ക് ഡയാലിസിസ് എന്നിട്ട് അങ്ങനെ ഒരു വീട് പോലും നിൽക്കാൻ കിട്ടൂല. അങ്ങനത്തെ അവസ്ഥയിൽ അത്രയ്ക്ക് ഇവിടുത്തെ സർവൈവലിൽ തന്നെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ഫെമിനിസ്റ്റുകൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ബിന്ദു അമ്മണിക്ക് ശബരിമലയിൽ പോയിട്ട് പെപ്പർ സ്പ്രേ അത്. ഇപ്പൊ ബിന്ദു അമ്മണിക്ക് ശബരിമലയിൽ പോയിട്ട് എന്ത് കിട്ടാൻ വേണ്ട? ബിന്ദു അമ്മണിക്ക് പേഴ്സണൽ ലൈഫിൽ ഒന്നും കിട്ടാനില്ല. എന്തുകൊണ്ടാ? ഇവിടെ സുപ്രീം കോടതി ഒരു വിധി വന്നു, അപ്പൊ അത് നടപ്പിലാക്കണം. അത് നാളത്തെ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി, നല്ല സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അവര് ശബരിമലയിൽ പോയത്. അല്ലാതെ അവർക്ക് പേഴ്സണൽ ലൈഫിൽ എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? അവർക്ക് ജോലിക്ക് പ്രൊമോഷൻ ഉണ്ടാവുമോ? അവർക്ക് പൈസ കൂടുതൽ ആരെങ്കിലും കൊണ്ടെങ്കിൽ പൈസ കൊടുക്കുമോ? അവർക്കൊന്നുമില്ല. അവർക്ക് എല്ലായിടത്തും അവഗണന അതും ഇതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സ്ത്രീകൾ ഒരു കുറ്റം ചെയ്യാതെ നിങ്ങൾ എന്ത് ഈ സ്ത്രീകളൊക്കെ പിന്നെ ഈ ഫെമിനിസ്റ്റുകളൊക്കെ വെടികളെന്ന് വിളിക്കുന്നത്? നിങ്ങൾ കാണുന്നുണ്ട് ഇവരൊക്കെ ഇവരിങ്ങനെ 10-100 പേരെ കൂടെ പോകുന്നത്. പിന്നെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചേക്കുവാണ് ഇവരൊക്കെ വെടികളാണ്, ഇവർക്ക് ഇത്ര പേരെ കൂടെ പോവുകയാണെന്നൊക്കെ. ഈ ജസ്ലൈനെ പറ്റിയൊക്കെ എന്തൊക്കെയാ പറയുന്നത്? ജസ്ലൈനൊക്കെ പറ്റി പറയുന്ന കേട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ആർക്കെങ്കിലും അറിയാം? നിങ്ങൾക്ക് ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി അറിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ കാര്യം ഈ കിടന്ന് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്റെ പോസ്റ്റിനടിയിൽ വന്ന് കുറെ അവന്മാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങളെന്താ? ഞാൻ ഇപ്പൊ എത്ര പേരോട് പോകുന്നത് നിങ്ങൾക്ക് അറിയോ? ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനോട് മാത്രമേ പോകാറുള്ളൂ. എന്നിട്ട് ഞാൻ കേൾക്കുന്ന മൊത്തം എന്തുവാ? ഇന്ന് എനിക്ക് എത്ര ഫോൺ കോൾ വന്നറിയോ? ഇന്ന് ഏതോ ഒരു മൈനെ കൊണ്ടുപോയി എന്റെ ഫോൺ നമ്പർ കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുപോയി കമന്റ് ഇട്ടിട്ട് ഇത് കൊണാണോ ഫോൺ വിളിയായിരുന്നു. ഞാൻ എന്റെ സിമ്മൊക്കെ ഓഫ് ആക്കി വെച്ചേക്കുക. എന്ത് കഷ്ടമാണ്. നമ്മൾ ഈ നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു താല്പര്യം. നമ്മളിപ്പോ ഇവിടെ സ്ത്രീകൾ ആരും ലൈംഗികതയെ പറ്റി പറയാൻ വേണ്ടി പാടില്ല, സ്ത്രീകൾ ഒന്നും. നിങ്ങൾ എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് വിദേശത്തെ ഫെമിനിസം ഒന്നും അല്ല ഇങ്ങനല്ല, ഇവിടുത്തെ ഫെമിനിസം പോലെ വിദേശത്തെ ഫെമിനിസം എന്ന്. ഇവിടെ എല്ലായിടത്തെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ തുല്യത. എല്ലാവർക്കും, സ്ത്രീ പുരുഷ മാത്രമല്ല എല്ലാ ജെൻഡറിൽപ്പെട്ട ആൾക്കാർക്കും ഇവിടെ തുല്യതയോടെ ജീവിക്കാൻ വേണ്ടി പറ്റണം. അതിന് തന്നെ ആ ഈക്വാലിറ്റിനെ തന്നെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ ശക്തമായി പ്രതികരിക്കുന്ന ആൾക്കാർ നീ എന്തുകൊണ്ട് ഈ വെടി എന്ന് പറയുന്നതിന്റെ ആവശ്യം? നിനക്ക് എന്ത് ഈ ഫെമിനിസ്റ്റുകൾ ഇത്ര വലിയ പിന്നെ ഇത്ര ദേഷ്യം വരാണ്ട് നീ നിനക്ക് എന്താണ് പ്രശ്നം? ഈ സത്യമായിട്ട് അറിയാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ ഈ ഒരാൾ മാത്രമല്ല, കുറെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ ഏതെങ്കിലും ഫെമിനിസ്റ്റുകളുടെ പേഴ്സണൽ ലൈഫിൽ കയറി നിന്നിട്ടാണ് ഇവന്മാര് വെടികളാണെന്നൊക്കെ പറയുന്നത്. എന്ത് പറഞ്ഞാലും സ്ത്രീകൾ എന്ത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അപ്പം എന്താ അതിനെ ഒന്നെങ്കിൽ അത് ലൈംഗികതയോട് ചേർത്ത് വായിക്കണം. അതുകൊണ്ടാണ് സ്ത്രീകളെ ലൈംഗികതയെ പറ്റി പറയണത് ഞാൻ പറയുന്നത്. കാരണം സ്ത്രീകളെ ഇവന്മാർക്ക് തളച്ചിടാൻ വേണ്ടിയുള്ള ആകെ ഒരു ആയുധം ഇത് മാത്രമേ ഉള്ളൂ, വെടി. ലൈംഗികത ഇവർ കഴപ്പ് കയറി മുട്ടി നിൽക്കുന്നവരാണെന്ന് പറയും. അങ്ങനെയാണ് ഇവർ സ്ത്രീകളെ പറ്റി ഏറ്റവും മോശമായിട്ട് പറയുന്നത്. കാരണം സ്ത്രീകൾ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഇവന്മാർ കഥയുണ്ടാക്കും. ഒരുത്തന്റെ കൂടെ പോയി തുണിയില്ലാതെ കിടന്നത്. ഒരുത്തന്റെ കൂടെ പോയി തുണിയില്ലാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോ ഒരുത്തന്റെ കൂടെ 2 പേരും കൂടിയോ എനിക്ക് ഇഷ്ടമുള്ളവരോട് പോയി തുണിയില്ലാതെ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുവാണ് നിങ്ങൾക്ക് ഇത്ര കഴപ്പ്? അതെന്റെ ഇഷ്ടമല്ലേ? ഈ പോയി കിടന്ന് കൊടുക്കുന്നവന്മാർ മാത്രം ഇങ്ങനെ വെടികളാവുന്നേ. ഈ ഉണ്ടാക്കാൻ വരുന്നവന്മാര് വെടികളാവാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്? ഇവിടുത്തെ ഈ സമൂഹത്തിൽ സ്ത്രീകൾ മാത്രം വെടികളാവുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാ? ഇത് കുറെ അനുഭവിക്കാൻ വരുന്ന കുറെ അവന്മാരുണ്ടല്ലോ. ഇവന്മാരൊന്നും എന്തുകൊണ്ടാ നിങ്ങൾ വെടികളാകാത്തെ? എനിക്കങ്ങോട്ട് ഈ കലിപ്പ് കയറിയിട്ടുണ്ടല്ലോ. മയിലിനെ ഉണ്ടല്ലോ പിടിച്ച് വലിച്ചു കീറിട്ടുണ്ടല്ലോ. അവനെ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ എന്റെ കയ്യിലങ്ങനെ കിട്ടിയിട്ടുണ്ടേ, പാട്ടി നാറി. എനിക്കത് ഇതാവാൻ മാത്രമല്ല, ഇങ്ങനത്തെ കുറെ അവന്മാരുണ്ട് ഇവിടെ. എന്നാ മുഞ്ചാൻ തന്നെയാണോ ഇത്? ദൈവമേ, ഇതിനൊക്കെ കുറെ ഉണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് 18.25 ഉള്ള സാധനമാണ്. എനിക്ക് ഇത്രയൊന്നും ഫുള്ളൊന്നും കാണാനുള്ള ശക്തിയൊന്നും ഇല്ല. എന്നാലും ഞാൻ കടിച്ചു പിടിച്ചെന്ന് കണ്ടത്. ഞാൻ രാവിലെ ഇതിന്റെ കുറച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫുള്ള് ഡെസ്പായി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫുള്ള് കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇരുന്നിട്ടാണ് കണ്ടത്. എന്നിട്ട് അവൻ രഹന ഫാത്തിമയുടെ പല്ല് പൊന്തിയാണ്ടിരിക്കുന്നത്. അപ്പൊ രഹന ഫാത്തിമേനെ ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ രഹന ഫാത്തിമ അതുകൊണ്ടാണ് പിള്ളേരുടെ മുന്നിൽ പിള്ളേരെ കൊണ്ട് ശരീരത്തിൽ ചിത്രം വരപ്പിച്ചത്. അതുകൊണ്ടാണ് രഹന ഫാത്തിമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന മൈലന്റെ ചുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പശുവിന്റെ കുണ്ടി പോലെ ഇരിക്കും. അവന്റെ മോന്ത കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ബോഡി ഷേമിങ് നടത്താനൊന്നും പാടില്ല, പക്ഷെ ഞാൻ ഇവനെ നടത്തിരിക്കും.
അവൻ അവൻ കുഴിയിലേക്ക് കാലം നെട്ടിരിക്കുന്നു. എടാ മയില്, നീ ആർക്ക് അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്? നാളെ ഒരു ഇടി വെട്ടിട്ടാണ് നീ ചത്തുപോകും മയില്. നീ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളെ വിറ്റിട്ട് കാശ് ഉണ്ടാക്കുന്ന മയില്? എനിക്ക് എന്താണ് കോപ്പ്. ആ പറയുന്നവൻ സ്വന്തം കണ്ണാടി നോക്കിയിട്ട് പറയുവാണെങ്കിൽ വേണ്ടില്ല. അവന് ഒരു ഉണങ്ങി തൊലിഞ്ഞ ഒരു മയിലൻ, ഒരു ചുരുണ്ട ഒരു കിളവൻ എവിടുത്തെ കളി കിട്ടാതെ കഴപ്പാന്ന് തോന്നുന്നു. മുട്ടി നിൽക്കുവോ കിളവന്. എന്നിട്ട് കണ്ട പെൺപിള്ളേർ പിന്നെ സമത്വത്തെ പറ്റിയിട്ട് അവരുടെ വോയിസ് എത്തുമ്പോഴേക്കും കിളവൻ അങ്ങോട്ടേക്ക് സഹിക്കുന്നില്ല. കിളവന് കഴപ്പായിട്ട് കിളവൻ കിടന്ന് കൊണകൊണ പിന്നെ ഉണ്ടാക്കുവോ കിളവൻ. എന്നാ പൂജാൻ വേണ്ടിയാണോ വന്നേക്കുന്നത്? അവനൊക്കെ എന്നെ കൈ കിട്ടിയുണ്ടല്ലോ, പിടിച്ച് വലിച്ചുണ്ടല്ലോ, വലിച്ച് കീറും. ഞാൻ ചെരുപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ അടിക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഇവനെ കൈ കിട്ടുള്ളൂ, ഇവനെ ഞാൻ ചെരുപ്പൂരി അടിക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ അമ്മയുള്ള ചെരുപ്പൂരി അടിക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. അതിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ചെരുപ്പൂരി അടിക്കണം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇവനെയാണ്. എനിക്ക് ഈ ജാതി മൈര ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വൃത്തികെട്ടവൻ പാട്ടി. ഇന്നത്തെ ദിവസമേ അങ്ങോട്ട് പോയി. ഞാൻ ഒരാളെ ഇങ്ങനെ തെറിയൊന്നും പറയുന്നില്ല, പക്ഷെ ഇവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മോ. എന്നിട്ട് ഇവൻ തന്നെ ഇവന്റെ കുറെ ഫിലോസഫി ഉണ്ട്, ഇവന്റെ കുറെ സൈക്കോളജി. അത് ഇവന്റെ തിയറിക്കകത്ത് തന്നെ നന്നായിട്ട് അപ്ലിക്കബിൾ ആണ്. ഇവൻ പറയുന്നുണ്ട് കാണാൻ കൊള്ളാത്തോണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി ഇവന്റെ കുറെ ഇതൊക്കെ ഉണ്ട്. ഇവൻ KSRTC കക്കൂസ് പോലെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്. അവന്റെ മോന്ത കണ്ടാൽ മതി. മയിരൻ അണ്ടി പിന്നെ വവ്വാല് ചപ്പി അണ്ടി ഉണ്ടാകത്തില്ലേ? വവ്വാല് ചപ്പി അണ്ടി പോലെ ഉണ്ട്. അവന്റെ മോന്ത കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവനാണ് കിടന്ന് ഉണ്ടാക്കാൻ വരുന്നത്. ഈ പറയുന്ന 6 പാക്കും ഇതും വെച്ചിട്ട് ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നത് അവന്റെ വിചാരം. മയിരൻ വവ്വാല് ചപ്പി മോന്തയുള്ളവനാണ് ഈ കിടന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരാളെ ബോഡി ഷെമി ചെയ്യത്തില്ല, പക്ഷെ ഇവനെ പറ്റി ഞാൻ ചെയ്യും. കാരണം എനിക്ക് അവനോട് അത്ര കലിപ്പുണ്ട്. മയിരൻ. പിന്നെ ഇവൻ പറയുന്നുണ്ട് പാട്ട് പാടാനോ പടം വരയ്ക്കാനോ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഈ ഫെമിനിസ്റ്റ് ആവുന്നത്. നിനക്ക് ഫെമിനിസ്റ്റുകളെ പറ്റി എന്തറിയാം? നിനക്ക് ഫെമിനിസ്റ്റിനെ പറ്റി എന്തറിയാം? നിനക്ക് ഇവിടുത്തെ സാധാരണ മനുഷ്യനെ പറ്റി എന്തറിയാം? ഇവൻ ഭയങ്കര സംഖ്യയാണ്. ഇവൻ സംഖ്യയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് അറിയോ. ഇവൻ പറയുന്നുണ്ട് ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെല്ലാം ഇസ്ലാമിക തീവ്രവാദികളെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. എന്നിട്ട് ഗൾഫിലുള്ള കുറെ ഇസ്ലാമിക തീവ്രവാദികളാണ്, ഗൾഫിൽ നിറയെ ഇസ്ലാമിക തീവ്രവാദികളാണല്ലോ, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കേരളത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൾഫ് മണി കൊണ്ടാണ്. ഇവിടെ കേരളത്തിൽ ഗൾഫ് മണി വന്നിട്ടില്ലാതെ ഇവിടുത്തെ അവസ്ഥയ്ക്ക് എന്തുമായിരിക്കും? ഈ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ മൊത്തം കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത് ഗൾഫ് മണി കൊണ്ടാണ്. ഓരോ വീട്ടിലും ഓരോ ഗൾഫുകാരനുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെട്ടേനെ? ഇവിടെ മാത്രം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോട്ടൽ പണി, അത് തുമ്പപ്പണി, കൂലിപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീട് രക്ഷപ്പെടൂ? ഒരു വീട് രക്ഷപ്പെടത്തില്ല. നമ്മുടെ കേരളത്തിലെ പ്രോഗ്രസ് ആയത് ഗൾഫ് മണികളാണ്. എല്ലാവരും ഗൾഫ് തീവ്രവാദികളുണ്ട്, മറ്റൊന്നുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എല്ലാവർക്കും ഗൾഫിൽ നിന്ന് വരുന്ന മണിക്ക് ഞാൻ തിന്നാൻ വേണ്ടി മാത്രം ഒരു പ്രശ്നമില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവരുടെ അടുത്ത് പോകണം, അത് ഗൾഫുകാരെ എന്നിട്ട് ഗൾഫ് മണി അറേബ് രാജ്യം എന്നൊക്കെ പറയുമ്പോൾ യുവന്മാർക്ക് മുസ്ലിം എന്ന് പറയുമ്പോഴത്തേക്കും തീവ്രവാദി. അതെങ്ങനെയാണ് യുവന്മാരങ്ങനെ? ഇസ്ലാമിക തീവ്രവാദികളെ വളർത്തുന്നവരാണ് ഫെമിനിസ്റ്റ് എന്ന്. ഇവര് ഈ ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഈ തീവ്രവാദം എന്ന് മാത്രം ഇക്വേറ്റ് ചെയ്ത് വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്നാ പിന്നെ നിങ്ങൾക്ക് ഇവിടെ പിന്നെ ഉറപ്പായും ഇസ്ലാം കടുത്ത പിന്നെ ആദർശങ്ങൾ കടുത്ത ഖുറാനാണ് എന്ത് തരത്തില്ല അവരുടെ ഈ ഏകദൈവ സങ്കല്പങ്ങളുള്ള തീവ്രവാദ ഗ്രൂപ്പുണ്ട്. അതുപോലെ ഇവിടെ ഹിന്ദുക്കളിലും ഉണ്ടല്ലോ തീവ്രവാദ ഗ്രൂപ്പുകൾ. അപ്പൊ എന്തുകൊണ്ട് ഹിന്ദുക്കളെല്ലാം നിങ്ങൾക്ക് തീവ്രവാദികളാവുന്നില്ല? എന്നിട്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ഇപ്പം വേറെ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ വേറെ മതത്തിൽപ്പെട്ട തീവ്രവാദികളുണ്ട്. നിങ്ങൾക്ക് ആ മതത്തിലുള്ള എല്ലാവരും എന്തുകൊണ്ട് തീവ്രവാദികളാകുന്നില്ല? പിന്നെ എന്തുകൊണ്ട് ഈ ഇസ്ലാം എന്ന് പറയുമ്പോൾ മാത്രം ഇസ്ലാമിനെ എല്ലാവരും ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാമിലുള്ള എല്ലാവരെയും പിടിച്ച് തീവ്രവാദിയാക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ്? ഇസ്ലാമുകൾ മൊത്തം തീവ്രവാദികളാണെന്ന് അതെവിടുത്തെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കാത്ത, ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ വെച്ചേക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി പാടില്ല. അപ്പൊ സംഖ്യയാണെന്ന് മനസ്സിലായത് എനിക്ക് അപ്പോഴാണ്. ഇസ്ലാമിക തീവ്രവാദി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവും ഇവൻ സംഖ്യ തന്നെയാണ്. പിന്നെ സംഖ്യയോട് പറഞ്ഞിട്ട് കാര്യമില്ലു. എന്നിട്ട് ഇവൻ ലാസ്റ്റ് എടുത്ത കൺക്ലൂഷൻ ഇങ്ങനെയാണ്: 2 ലക്ഷം 10,000 രൂപ എന്നിട്ട് അവാർഡ് കൊടുക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവൻ പറയുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന പിന്നെ വേശ്യകളുടെ പേരാണ് വേശ്യകളെ വിളിക്കുന്നതാണ് ഫെമിനിസ്റ്റ് എന്ന്. എനിക്ക് ഇവനോടൊന്നുമില്ല പറയാനൊന്നുമില്ല. ഇവനോടൊക്കെ പോയി ചാവാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിനക്ക് ഇന്നൊരു കയർ കിട്ടുവാണെങ്കിൽ നീ ഇന്ന് തൂങ്ങിച്ചാവ്. നീ ഇന്ന് രാത്രി ഈ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ തൂങ്ങിച്ചാവാൻ പറ്റുവാണെങ്കിൽ പോയി തൂങ്ങിച്ചാവ്. അത്രയും നല്ല കാര്യം. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. എന്ത് വൃത്തികെട്ടവനാണ് താങ്കൾ. ഇത്രയും വൃത്തികെട്ടവള ഒരു യൂട്യൂബ് ഇതുപോലെ വേറെ എടുത്തുണ്ട്.
അവൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല, പിന്നെ അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല അവൻ. പക്ഷെ ഇത്രയൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഇതില്ല, ഇവൻ കേരളത്തിലെ എല്ലാ പെണ്ണുങ്ങളെ പറ്റിയും ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വൃത്തികേടാണ് പറഞ്ഞേക്കുന്നത്. എന്ത് വൃത്തികേടാ പറഞ്ഞേക്കുന്നത്. ഇത്രയും ഷെയിംഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ഇതിനായാലും നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. എന്ത് വൃത്തികേടാ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? ഇവൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് ഇങ്ങനെ എന്തോ ഇവന്റെ സ്ട്രോങ് ഫെമിനിസ്റ്റ് സരിതയാണ്. അതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം സരിത എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീ ഒരുപാട് എന്താ പറയുക, ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട വനിതയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും ഒന്നും കമന്റ് ചെയ്യുന്നില്ല. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. ഇതിനകത്ത് കുറെ എന്തായാലും ഇവന്റെ കുറെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും. ഇവന്റെ ബയാസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം പിണറായി വിളിച്ച് ശബരിമലയെ കയറ്റി എന്നൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ഇവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കറക്റ്റായിട്ടുള്ള പൊളിറ്റിക്സ് നമുക്ക് അറിയാമല്ലോ. ഇവിടെ സ്ത്രീകളൊക്കെ എന്നിട്ട് ഇവ പറഞ്ഞേക്കുന്നോ ലാസ്റ്റ് ഇവര് എന്തുകൊണ്ടാണ് ജട്ടി ഇടാത്തെന്നുള്ള കൺക്ലൂഷൻ എത്തിയേക്കുന്നത്. ഇവന്റെ ഭയങ്കര കൺക്ലൂഷനാണ്. എടാ മൈര, നീ ഏത് യൂണിവേഴ്സിറ്റി പോയി ഡോക്ടറേറ്റ് എടുത്തവനാണ് നീ? ഡോക്ടർ എന്ന് വാലും വെച്ചോണ്ട് നടക്കുന്ന മൈര്. മുന്നിലൊരു വാല് ഡോക്ടർ, പുറകിലൊരു വാല് നായർന്ന്. നീ ഏത് യൂണിവേഴ്സിറ്റി പോയി ഡോക്ടർ ഉണ്ടാക്കിയെടുത്തതാണ് മൈര? നീ എവിടെ പോയി ഉണ്ടാക്കിയെടുത്താണ് നിന്റെ ഫേക്ക് ഡോക്ടറേറ്റ്? നിനക്ക് ഇത്രയും വൃത്തികേട് അതൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ രജിത് കുമാർ, അത് വേറൊരു ഊളയുണ്ടല്ലോ, അവനുണ്ടല്ലോ ഡോക്ടറേറ്റ്. ഡോക്ടറേറ്റ് ഒക്കെ ഇവിടെ കേരളത്തിലൊക്കെ കിട്ടുന്നത് വേറെ ഊളകൾക്കാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡോക്ടറേറ്റ് എന്നുള്ള ഒരു ഡോക്ടർ, ആ DR എന്നുള്ള ഒരു വാക്കിന്റെ വില തന്നെ ഇങ്ങനത്തെ ഊളകൾ ഇല്ലാതാക്കി കളയും. എന്നിട്ട് ഇവനങ്ങ് കൺക്ലൂഡ് ചെയ്യുന്നതാണ് സയന്റിഫിക് ആയിട്ട്. അതായത് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ, അതായത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് കളിക്കണം, ഏതുതരം കളിയോ, ഒരു ദിവസം 8-9 കളിയൊക്കെയാണ്. എന്നിട്ട് അതുകൊണ്ട് 8-9 കളിയായിട്ട് അവർക്ക് ഷഡ് ഇടാൻ നേരം കിട്ടാറില്ല. കളിക്കാൻ വേണ്ടി പോയി കിടന്ന് വേഗം പാവാടയൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ പോയി മരന്നങ്ങ് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഷഡ് ഇടാത്തതെന്ന്. ഇവന്റെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ പോലെ ഊളകൾ ഒരു പ്രാവശ്യം പോലും കളിച്ചിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഇവന്മാർക്ക് കളി എന്താണെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ പ്രസ്താവനയൊക്കെ ഇറക്കുന്നത്. പിന്നെ കളിക്കാൻ അറിയുന്ന ഒരു ഇട ജീവിതത്തിൽ ഒരു പ്രാവശ്യം കളിച്ചിട്ടുള്ളവന്മാർ മൈനന്മാർ ഇങ്ങനത്തെ പ്രസ്താവന ഇറക്കും. എനിക്ക് അറിയാൻ വേണ്ട അല്ലാന്നിട്ട് ചോദിക്കുക. എന്ത് വൃത്തികെട്ട ഊളത്തരമാണ് യുവന്മാരുടെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവാട വെക്കുക, പെണ്ണുങ്ങൾ പോയി കടന്നു കൊടുക്കുക, യുവന്മാർ 2 അടി അടിക്കുക, അപ്പോഴത്തേക്കും കളി കഴിഞ്ഞു. ഇതാണ് യുവന്മാരുടെയൊക്കെ കളി. ഈ കളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടെന്നും ഇത് തന്നെ കുറെ പ്രൊസീജിയർ ഉണ്ടെന്നും പിന്നെ ഇവന്മാർക്കറിയാം. ഇവന്മാർ കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ കളിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് ഈ കടന്ന് തീർക്കുന്നത്. ഉള്ള ഫെമിനിസ്റ്റുകളൊക്കെ കുറ്റം പറഞ്ഞിട്ട് തീർക്കുന്നത്. ഇവന്മാർ എങ്ങനെ കളി കിട്ടും? ഇവന്റെയൊക്കെ സ്വഭാവത്തിന് ഏത് പെണ്ണ് പോവും? എന്റെ അമ്മ, ഈ നാറിയുടെ ഒക്കെ ഇവൻ എന്ത് സൈക്കോയാണ്. സത്യമായിട്ട് ഇവൻ എന്ത് സൈക്കോയാണ്. ഷഡ്ഡി ഊടുമ്പോഴും അലർജി വരും. അതുകൊണ്ടാണ് ഫെമിനിസ്റ്റുകൾ ഷഡ്ഡി ഇടാത്തത്. എടാ മൈരേ, അലർജി വരുന്നത് ഷഡ്ഡി ഊരുമ്പോഴും ഷഡ്ഡി ഇടുമ്പോഴും അല്ല. നിങ്ങൾ ഈ വൃത്തിയില്ലാത്ത ആണുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറേ സ്ഥലത്ത് അവിടെ എവിടെയൊക്കെ പോയിട്ട് പിന്നെ കഴുകാതെ ചുമ്മാ കൊണ്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈ സ്ത്രീകൾക്ക് കൊണ്ടേ കൊടുക്കുന്നത്. അല്ല, സ്ത്രീകൾ കഴുകാതെ സ്ത്രീകൾ വൃത്തിയില്ലാതെ നടന്നുകൊണ്ടല്ല. ഈ ആണുങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയി വൃത്തിയില്ലാതെ മുള്ളിയിട്ടുണ്ടെ കഴുകുകയില്ലാതെ ഇങ്ങനെ നടന്നിട്ട് വന്നിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഏതെങ്കിലും അവിടെ പോയി പിന്നെ വെടിവെക്കൊന്നും പറയാൻ വേണ്ടി പാടില്ല. അങ്ങനെയൊക്കെ ഇവൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആ വാക്ക് കയറി വന്നത്. ഇവൻ പറഞ്ഞേക്കുവാണ് 10,000 രൂപയുടെ അവാർഡ് കൊടുത്തിട്ട് 2 ലക്ഷം രൂപയുടെ വെടിവെക്കുമെന്ന്. എന്ത് വൃത്തികളാണ് ഇവന് 10,000 രൂപയുടെ പിന്നെ അവാർഡ് കൊടുത്തിട്ട് 2 ലക്ഷം രൂപയുടെ. ഇവൻ ഈ സ്ത്രീ ശരീരത്തെ വെറും ഫോക്കസ്തുമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവൻ ഈ പൈസയും അതൊക്കെ 2 ലക്ഷത്തിന്റെ വെടി വെക്കുന്നത്. ഇവന്മാര് എനിക്കറിയത്തില്ല. ഈ മൈലിന് ഞാൻ ഇവൻ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് കംപ്ലൈന്റ് കൊടുക്കും. അതുകൊണ്ട് നീ എന്തുവാ ഇവൻ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കുപ്രസിദ്ധി നേടുക, അതൊക്കെയാണ് ഇവരുടെ ഇതെന്നൊക്കെ. ഇപ്പൊ ഇവൻ ചെയ്യുന്നത് എന്തുവാ? ഇവന് ആൾക്കാരുടെ മെയിൽ ഷോവനിസ്റ്റ് ആൾക്കാരുടെ കുറെ സപ്പോർട്ടും ഇതൊക്കെ കിട്ടണം. ഇവനറിയാം എങ്ങനെയാണ് ഇവിടുത്തെ സൊസൈറ്റി കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവൻ ഫെമിനിസ്റ്റുകളൊക്കെ തെറി വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. അതാണ് ഇവൻ ചെയ്യുന്നത്. എന്നിട്ട് പറയാ അതുകൊണ്ട് ഈ മൈരനുണ്ടല്ലോ, എനിക്കിങ്ങോട്ടേക്ക് വൻ കാലിപ്പായി പോയി. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എവിടെന്നെങ്കിലും ഇവനെ ഞാൻ കാണുവാണെങ്കിൽ ഇവനെ ഞാൻ ചെരുപ്പിലടിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇവനെ ഞാൻ എന്തായാലും അടിക്കും.
ഞാൻ മാത്രം ഇവനെ എനിക്ക് പറയാനുള്ളത് ഫെമിനിസ്റ്റ് ഇവന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം നമുക്ക്. എനിക്ക് അതാണ് പറയാനുള്ളത്. ഇവിടുത്തെ പോലീസ് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, സൈബർ സെല്ലും ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നമുക്കെല്ലാവരും കൂടെ ഇവന്റെ അഡ്രസ്സൊക്കെ പിടിച്ചിട്ട് ഇവനെ വീട്ടിൽ പോയിട്ട് ഇവന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിറക്കുക. എന്നിട്ട് ഒന്നും പറയരുത്, കാവാല മോത്തിക്കിട്ട് ചാടപ്പടച്ചവിടെ പക്കം ഫുള്ള് പൂരടി കൊടുക്കണം ഇവനിട്ട്. അതേ ഇവൻ നടക്കത്തുള്ളൂ. എടാ മയില് ഇതിനൊക്കെ എണ്ണത്തിന്റെ കഴപ്പാടാന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇത് നല്ല സമാധാനവും. ഇങ്ങനെ മാത്രമേ ഇവന് ഇതാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സത്യമായിട്ടും നമുക്ക് വേണം വണ്ടി വിളിച്ച് പോവാം. എനിക്ക് അതാണ് പറയാൻ വേണ്ടിയുള്ളത്. ഇവന്റെ വീട് ഇവന്റെ അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ ആരും ചിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് ചിരിക്കുന്നത്. അല്ലെ സത്യമായിട്ടും ഞാൻ പറയുവാണ്. വേറെ എന്താ ഇവിടുത്തെ സൈബർ സെൽ എന്തായാലും എന്താ അവന്റെ ഓഫീസ് അഡ്രസ്സ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോവാം, ഡെഫിനറ്റ് ആയിട്ട് പോവാം. രഹന ഫാത്തിമേനെ വിളിക്കുക. രഹന ഫാത്തിമ എന്തായാലും വരും. രഹന ഫാത്തിമേനെ എല്ലാവരും വിളിച്ച് പോവാം നമുക്ക്. നാളെ തൊട്ട് നീ ഒളിവിൽ പോയിക്കോളാം മയിലേ. നീ നാളെ തൊട്ട് ഒളിവിൽ പോക്കോ, അതാണ് നിനക്ക് നല്ലത്. ഇവന്റെ അഡ്രസ്സ് പിടിച്ചിട്ട് നമുക്ക് വണ്ടി പിടിച്ച് പോവാം. നമുക്ക് വാ പോവാന്ന്. അതന്നെ എനിക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് അത്രയും കലി കയറിയിട്ടുണ്ടല്ലോ. ഇവനെ അതാണ് ഇവനെ ചെയ്യേണ്ടത്. എന്നിട്ട് പോലീസ് വന്നിട്ട് നമ്മുടെ കയറി കേസ് എടുക്കട്ടെ. എനിക്കത് ഒരു ചുക്കുമില്ല. ഞാൻ ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇവനിട്ട് 4 പൊട്ടിച്ചിട്ട് ജയിലിൽ കിടക്കണമെങ്കിലും ഞാൻ അന്തസ്സോടെ ജയിലിൽ കിടക്കും. പക്ഷെ ഇവനിട്ട് 2 പൊട്ടിക്കണം. അതിനകത്ത് ഫസ്റ്റ് അടി ഞാൻ അടിക്കും. ഫസ്റ്റ് അടി ഞാൻ, കാരണം ഞാനാണ് ഈ വീഡിയോ പൊക്കിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അടി ഞാൻ അടിക്കും. എന്നിട്ട് അവന്റെ മൂക്കുണ്ടല്ലോ, അവന്റെ ആ പശുവിന്റെ കുണ്ടി പോലെ ഇരിക്കുന്ന അവന്റെ ആദ്യം ഇങ്ങനെ റോഡിൽ അവന്റെ തല പിടിച്ചിട്ട് ഇതിപ്പോ വയലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസെടുക്കുമോ? നിങ്ങൾ പോയി കേസെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ സ്ത്രീകളുടെ മാനത്തിനോ സ്ത്രീകളുടെ ഇതിനോ ഒന്നും ഇവിടെ ഒരു ഇതുമില്ല. ഇവർക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഇത് നാളെ പറഞ്ഞ് ചിലപ്പോൾ എനിക്കിതൊരു കേസ് വരും. എനിക്കൊരു പുല്ലുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്ക് അത്ര ലെസൺ പ്ലാൻ എഴുതണം. എനിക്ക് സമാധാനം. എനിക്കതൊരു കുഴപ്പമില്ല. ഞാൻ ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാം, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇവനെ ഉണ്ടല്ലോ, ഇവന്റെ മുടിയൊക്കെ പിടിച്ചിട്ട് ഇവനെ ഇങ്ങനെ മൂക്കും കൊണ്ട് ഇടുന്നു ഇച്ച ഇവന്റെ ആ പശുവിനെ കുണ്ടി വലിക്കുന്ന അവന്റെ ചുണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അവനെ കൊണ്ട് ഞാൻ അങ്ങനെ എഴുതിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇവന് പഠിക്കത്തുള്ളൂ. ഇവനെ ശരിക്കും അതേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊന്നും നടക്കത്തൊന്നുമില്ല. നമ്മൾ ഈ ഫേസ്ബുക്കിൽ കിടന്ന് കൊണ പ്രസംഗിച്ചിട്ടൊന്നും നടക്കത്തില്ല. നമ്മൾ സൈബർ സെല്ലിലേക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുത്തൊരു സൈബർ സെല്ലുകാരെങ്ങനെ അറിയോ? മറ്റേ ഒരു സിനിമയുണ്ടല്ലോ, സൂട്ട് ഓഫ് ചെയ്യുന്ന സിനിമ. അതിനകത്ത് മറ്റേ ഒരു മൊയിലില്ല, ഇങ്ങനെ ആ മൊയിലാണ് എന്തൊരു എന്നൊക്കെ പറയുന്നത്, സ്ലോത്തോ ഇങ്ങനെ തലയാട്ടുന്നത്. അതുപോലത്തെയാണ് ഇവിടുത്തെ സൈബർ സെല്ലുകാർ. അവർക്കൊന്നുമേ അറിയണ്ട. അവർ ഇവിടെ സ്ത്രീകളെ ആരൊക്കെ ഒരു പ്രശ്നമില്ല അവർക്ക്. ഇത് സൈബർ സെല്ലിൽ എന്താ ചെയ്യുന്നത് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. പലപ്പോഴും 1-2 ആൾക്കാരൊക്കെ പിടിക്കുന്നറിയാം. ഈ സൈബർ സെല്ലിന്റെ നിയമങ്ങളും മര്യാദയ്ക്ക് ഇത് നല്ലൊരു നിയമമുള്ള രാജ്യമാണെങ്കിൽ, ഒരു രാജ്യം വേണ്ട ഒരു സംസ്ഥാനമാണെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഇവർക്ക് പേടിയില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ സൈബർ സെല്ലുകാരൊന്നും എന്തായാലും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പെണ്ണുങ്ങൾ ഫെമിനിസ്റ്റൊക്കെല്ലാം കൂടെ നമുക്ക് ജെട്ടി ഇടാതെ തന്നെ പോവാം. അവൻ ജെട്ടി ഇടാതെ ജെട്ടി ഇടാത്ത എന്തുകൊണ്ടെന്നല്ലേ പറഞ്ഞത്. നമുക്ക് ജെട്ടി ഇടാതെ തന്നെ വേണം. നമുക്ക് അവനെ ഒരു പാക്കറ്റ് ജെട്ടിയും കൂടെ വേണം പോവാം. എനിക്കാണ് കുറേ എൻ്റെ ഈ ലോക്ക്ഡൗണിലൊക്കെ ഇവിടെ എൻ്റെ കുറേ ഉപയോഗിച്ച് ജെട്ടി ഇവിടെ എവിടെ കൊണ്ട് കളയേണ്ടത് അറിയാതിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ജെട്ടി കൊണ്ട് പോവാം. എന്നിട്ട് അവൻ ഒരു കിലോട് ജെട്ടി അതിന് ഗിഫ്റ്റ് എടുക്കാം. മോനെ വാന്ന് പറഞ്ഞു. എന്നിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് പിന്നെ കാളപ്പുളം അടിക്കാം. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. കാരണം ഇവിടുത്തെ സൈബർ സെല്ലുകാർ ഒന്നും ചെയ്യത്തില്ല. ഇവിടെ നിയമം ഒന്നും ചെയ്യില്ല. സ്ത്രീകളുടെ മാരം പോയോ? സ്ത്രീകളുടെ മാരമല്ലേ പോയി. പക്ഷെ രഹന ഫാത്തിമയുടെ പേരിലാരും പെയിന്റിങ് വരച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഡ്രാമ, ലാപ്ടോപ്പ് ചെക്ക് ചെയ്യുന്നു, വീട്ടിൽ ചെക്ക് ചെയ്യുന്നു, വീട്ടിൽ റെഡി ചെയ്യുന്നു, ക്യാമറ വരുന്നു, മീഡിയ വരുന്നു, എന്തൊക്കെയാണ്. മലപ്പുറം കത്തി അമ്പും വെല്ലും. ഇവിടെ സ്ത്രീകളുടെ മാനത്തെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. രഹന ഫാത്തിമ തുട കാണിച്ചതിന് പോയി 14 ദിവസം ജയിലിൽ കിടക്കുന്നു. രഹന ഫാത്തിമയുടെ തുടയിലാണ് ഇവരുടെ എല്ലാവരും മതവികാരം ഇരിക്കുന്നത്, വ്രണപ്പെടാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങളുടെ തുടയിലും കാലിൻ്റെ ഇടയിലാണ് ഇവന്മാരുടെ ഫുള്ള്. ഇവന്മാരെന്ത് ഈ പെണ്ണുങ്ങളുടെ കാലിൻ്റെ ഇടയിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വേറെ എവിടെയും കാണാഞ്ഞിട്ടാണോ? ഇനിയിപ്പോൾ ഇത് ഈ കാലിൻ്റെ ഇടയിലായതുകൊണ്ട് ശരിക്കും കാണാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് സൂക്ഷ്മമായി ഇങ്ങനെ നിരീക്ഷിച്ച് നോക്കുന്നത്. അതുകൊണ്ട് കളി കിട്ടാത്തതിൻ്റെ കഴപ്പാണോ? എന്തോ ഇവന്മാർക്ക് പ്രശ്നം എന്തുവാ എനിക്ക് സത്യമായിട്ട് മനസ്സിലാവില്ല. ഇവന്മാരുടെ ഇവിടുത്തെ മെയിൻ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മൊത്തം ഇവന്മാരുടെ എല്ലാ പ്രശ്നം കിടക്കുന്നത് സ്ത്രീകളുടെ കാലിൻ്റെ ഇടയിലുള്ള ഓട്ടയിലാണ്. ഇവന്മാരുടെ പ്രശ്നം മൊത്തം കിടക്കുന്നത്. ഇവന്മാർക്ക് എന്തോ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല സത്യമായിട്ടും. ഇവിടുത്തെ മതവികാരവും ഇവിടുത്തെ പാർട്ടി വികാരവും ഇവിടുത്തെ എല്ലാ വികാരവും കിടക്കുന്നത് സ്ത്രീകളുടെ കാലിൻ്റെ ഇടയിലാണ്. സ്ത്രീകളുടെ കാല് കണ്ടിട്ട് ഇവന്മാരുടെ എല്ലാ വികാരവും അങ്ങ് കിടക്കുള്ളൂ. അല്ല സ്ത്രീകളുടെ മാനത്തെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മാനഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ലോയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നാണ് ഈ ലോയ്ക്കൊന്നും ഇതാവുന്നത്?
ബാക്കി എല്ലാ സാധനവും സൈബറിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ സാധനവും ഡിജിറ്റലിലേക്ക് മാറുന്നുണ്ടല്ലോ. ഈ പിന്നെ എന്തുവാ ഈ ഈ പഞ്ചായത്ത്, ഈ മറ്റേത്, ഈ മറിച്ചത് എല്ലാം ഈ ആവുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് സൈബർ നിയമങ്ങൾക്ക് മാത്രം മാറ്റം വരുന്നില്ല? എന്തോരം സ്ത്രീകളാണ്, എന്തോരം ആൾക്കാരെയാണ് സൈബർ ബുള്ളി ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് മാത്രം എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല? ഇവൻ എന്താ പറയുക, ഇവൻ ഫെമിനിസ്റ്റ് ആയ പെണ്ണുങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. ഇവൻ ഫെമിനിസ്റ്റ് ആയ ആണുങ്ങളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ട് ജെട്ടി ഇടാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആണുങ്ങളായ ഫെമിനിസ്റ്റുകൾ ഇവരങ്ങ് ഒഴിവാക്കി കളഞ്ഞു. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ജട്ടി ഇട്ടിട്ടില്ല. ഇവൻ എന്ത് കുഴപ്പം? എനിക്ക് തോന്നി ഇവന്റെ കാശ് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ജട്ടി പിന്നെ മേടിക്കുന്നത്. ഈ ജട്ടി ഇവന്റെ കാശ് കൊണ്ട് നമ്മൾ ജട്ടി ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളെ വിറ്റിട്ടുള്ള ഇങ്ങനെ നമ്മുടെ ജട്ടി മൊലാകുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ കാശ് ഉണ്ടാക്കുന്നത്. ഇവന്റെ ബാക്കിയുള്ള വീഡിയോസിൽ തമ്മനയിൽ കാണും അമ്മയുടെ കൂടെ കളിച്ച മകൻ, അതിൻ്റെ മകൾക്ക് രതിമൂർച്ച വരാൻ എന്തോ അപ്പൻ ചെയ്ത് കൊടുത്തത്. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഇവൻ എന്തോ സൈക്കോയാണ്. കമ്പിക്കഥകളുടെ പുറകിലൊക്കെയുള്ള ഇവനായിരിക്കും മാസ്റ്റർ ബ്രെയിൻ. ഇവനായിരിക്കും ഈ കമ്പിക്കഥകളുടെ മൊത്തം വരുമാനമൊക്കെ കിട്ടുന്നത്. കമ്പി വിറ്റ് ജീവിക്കുന്ന കമ്പി മുതലാളിയാണ് ഇവൻ. എനിക്കങ്ങോട്ടേക്ക് ഫ്രസ്ട്രേഷൻ കേട്ടിട്ടുണ്ടല്ലോ. ഈ മയിലിനെ എന്ത് ചെയ്യണ്ടറിയോ? വലിച്ചു കീറിയുണ്ടല്ലോ. ഇത്രയും വൃത്തികെട്ട മയിലിനെ ഇത്രയും തൊലിക്കട്ടിയുള്ള ഒരു മയിലിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉണ്ട്, പക്ഷെ ഇത്രയും ഇങ്ങനെ ധൈര്യം മുഖമൊക്കെ കാണിച്ച് വരൂല. ഇവ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അത്രയേ ഉള്ളൂ എൻ്റെ മക്കളെ. എനിക്ക് ഇതൊന്നും അല്ല എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് നല്ല തെറിയുണ്ട് എൻ്റെ ഉള്ളിൽ, പക്ഷെ അത് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കയറി വരും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള തെറിയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോഴാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഫ്രസ്ട്രേഷൻ മനസ്സിലാവുന്നത്. കാരണം നമുക്ക് മനസ്സിലുള്ള തെറി അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും വലിയ തെറി ആരെയും വിളിക്കാൻ എൻ്റെ മനസ്സിൽ വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്തു? ഈ ഫോൺ ഓഫാക്കിയിട്ട് ഞാൻ ഫുള്ള് തെറി വിളിയായിരിക്കും ഇനി അവനെ. എൻ്റെ വായിൽ വരുന്ന മൊത്തം ഞാനിതാ ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കും വരെ തെറി വിളിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുള്ള് തെറിയായിരുന്നു. ഇവനെ ഞാൻ ഫുള്ള് തെറി വിളിച്ചോണ്ടാണ് ഇരുന്നത്. എൻ്റെ അമ്മ, എനിക്ക് ഇതിനകത്ത് വരെ മയിലെന്ന് പറയാൻ മാത്രമേ എന്നെ കൊണ്ട് പ്രൊഫഷൻ ഉള്ളൂ. വേറെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അനുവദിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് കൂടുതൽ എനിക്ക് ഇനി ഒന്നും പറയാനില്ല. വേറെ എന്തെങ്കിലും ആളുകളും കമൻറ്റ് ചെയ്യാറുണ്ടോ? കുറേ കമൻറ്റൊക്കെ വന്ന് എനിക്ക് കമൻറ്റ് ഒന്നും വായിക്കാൻ വയ്യ മക്കളെ. ഞാൻ ആ വീഡിയോ കണ്ട് തളർന്നിരിക്കുകയാണ്. ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട്. എന്തായാലും കറക്റ്റായിട്ടുള്ള സൈബർ നിയമങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എനിക്കിവിടുത്തെ സിസ്റ്റത്തെ സത്യം പറയാം, എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇവിടുത്തെ സൈബർ നിയമത്തിൽ. ഇവിടെ എന്തെങ്കിലും സൈബർ നിയമം പുതുതായിട്ട് വരാതെ ഇവിടുത്തെ സൈബർ സെല്ലിന് ട്രെയിനിങ് കൊടുക്കണം ഓരോ മാസവും. എങ്ങനെയാണ് ആൾക്കാരെ പിടിക്കേണ്ടതെന്ന് നമ്മൾ ട്രെയിൻ ചെയ്യാം. എന്താണ് സൈബർ ഇടങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളെന്ന്. നിങ്ങൾ സൈബർ ഇടങ്ങളിൽ ബുള്ളിങ് അനുഭവിച്ച എല്ലാ പെണ്ണുങ്ങളെ വിളിക്കൂ. എന്നിട്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളെന്ന് ചോദിക്കൂ. നമ്മൾ പറയാം എന്താ പ്രശ്നങ്ങളെന്ന്. സൈബർ സെല്ലിൽ ആൾക്കാർക്ക് പണിയില്ലേ? ഒരു പണിയില്ല, ചുമ്മാ ഇരിക്കണോ? നമ്മൾ പറഞ്ഞു തരാം എന്താ അവിടെ പ്രശ്നം എന്ന് നമുക്ക്. കാരണം എന്നേ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ എന്താണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം, എങ്ങനെ ആൾക്കാരെ പിടിക്കാമെന്ന്. കാരണം ഞാൻ കുറേ ഗ്രൂപ്പിൻ്റെ ഒക്കെ പുറകെ പോയി, എനിക്കറിയാം ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്താണ് പ്രശ്നം ഇവിടുത്തെ ഈ എല്ലാ കാര്യവും ഇപ്പം ഡിജിറ്റലാണല്ലോ, സോഷ്യൽ മീഡിയ ആണല്ലോ. ചീഫ് മിനിസ്റ്റർക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, എല്ലാവർക്കും സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് എന്നിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് മാത്രം നമ്മൾ നല്ലൊരു നിയമം വരുന്നില്ല? നിയമം വരണം, ഡെഫിനറ്റ് ആയിട്ട് വരണം. എല്ലാവരും പൊക്കണം, എന്നേരം മാത്രം ഇതുണ്ടാകത്തുള്ളൂ, പേടി വരത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു നിയമനിർമ്മാണം വന്നേ മതിയാവുള്ളൂ മക്കളെ. അല്ലാതെ ഇത് ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവർക്കും എനിക്കിന്ന് ഗുഡ് നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇത്ര പറഞ്ഞിട്ട് പോലും എനിക്ക് ആ നാറിനോടുള്ള കലിപ്പുണ്ടല്ലോ, അത് തീരുന്നില്ല. അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അവനെ ചിലപ്പോൾ അടിച്ചാലൊക്കെ ചിലപ്പോൾ എൻ്റെ കലിപ്പ് തീരുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണ് ഈ കലിപ്പ് തീരുന്നത്? എനിക്ക് ഇത്രയൊക്കെ ദേഷ്യം വരുന്ന ആദ്യമായിട്ടാണ് ഒരാളോട്. എൻ്റെ അമ്മ. അതുകൊണ്ട് ഞാൻ നിർത്തുക. എനിക്ക് വയ്യ, ഞാൻ മടുത്തു. എന്തൊക്കെ കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വല്ല കമൻ്റൊക്കെ ഈ കമൻ്റ് എനിക്ക് വയ്യ. ഇയാളൊക്കെ എന്തോ ഈ ആൾക്കാരൊക്കെ നന്നാവാത്ത ഈ ആൾക്കാരൊക്കെ എന്തോ ഈ
ഫെമിനിസത്തെ പറ്റിയൊക്കെ ആൾക്കാർ എന്തോ ഈ ചിന്തിച്ച് വെച്ചേക്കുന്നത്? നമ്മളൊക്കെ വെടികളാന്നൊക്കെ എന്തോ ഇവരിങ്ങനെ ചിന്തിച്ച് വെച്ചേക്കുന്നത്? ഇതിങ്ങനെയൊന്നും അല്ലെന്ന് എന്തോ ഇവർക്ക് മനസ്സിലാവാത്തേ? ആരെങ്കിലും ഞാനിപ്പോൾ വൈബ്രേറ്ററിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ, സെക്സിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ താല്പര്യം. നമ്മൾ വേറെ ആരെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ താല്പര്യങ്ങൾ. അത് സ്ത്രീകൾ സെക്സിനെ പറ്റി പറയുന്നത് തെറ്റല്ലെന്നും, സ്ത്രീകൾ ലൈംഗിക താല്പര്യങ്ങൾ പറയുന്നത് തെറ്റല്ലെന്നും, സ്ത്രീകൾ എന്താ പറയുക, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ എല്ലാവരും ഒതുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് സെക്സിന്റെ ലാംഗ്വേജ്, അല്ലെങ്കിൽ സെക്സ് റിലേറ്റ് ചെയ്ത സാധനങ്ങൾ. അതാണ് ഇതിനകത്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം സ്ത്രീകൾ തന്നെ സെക്സ് പറയുകയാണെങ്കിൽ പിന്നെ ഇവന്മാർക്കൊന്നുമില്ല ടൂള്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു പറയുകയാണെങ്കിൽ ഇവന്മാർക്ക് പിന്നെ ടൂളില്ല. ഇവന്മാർ ആകെയുള്ള ഒരു ടൂളാണിത്. അത് മനസ്സിലാക്കുക എല്ലാവരും. എനിക്ക് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര വെടികളാണ്. എൻ്റെ ഇന്നത്തെ ദിവസമേ മൈരം കാരണം പോയി. എൻ്റെ ലെസൺ പ്ലാൻ, ഇന്ന് എത്ര ലെസൺ പ്ലാൻ എന്താണെന്ന് അറിയോ? എല്ലാം പോയി മൈരം കാരണം. എങ്ങനെയായാലും പിന്നെ നമുക്ക് ഇവനെ ഒരുമിച്ച് പോയി അടിക്കാം. അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം എങ്ങനെ ഇത് ശരിയാവും? പിന്നെ സൈബർ സെറ്റുകാർ കംപ്ലൈൻറ്റ് എടുക്കണം. സൈബർ സെറ്റുകാർ എന്തെങ്കിലും എടുക്കണം. ഇത് ഇവിടുത്തെ നിയമങ്ങളൊന്നും പാലിക്കാത്തപ്പോഴാണ് ഈ ലോ ആൻഡ് ഓർഡറൊക്കെ നമ്മുടെ സ്വന്തം കൈകൊണ്ട് എടുക്കേണ്ടി വരുന്നത്. കമന്റ് ബോക്സ് ഓഫ് ദ വീഡിയോ വാസ് പതറ്റിക്. നോ, കമന്റ് ബോക്സ് ഇപ്പോൾ ഓഫാക്കിയതാ. ഇപ്പം കമന്റ് ബോക്സ് ഓഫാക്കിയതാ. അതെല്ലാവരും പോയി ആ വീഡിയോ ഒന്ന് റിപ്പോർട്ട് അടിക്കുക. അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എല്ലാവരും ആ വീഡിയോ പോയി റിപ്പോർട്ട് അടിക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ ലാപ്ടോപ്പിലൊക്കെ കേട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ എഴുതി വലിയ എസ് ഒക്കെ അടിച്ചിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇല്ലേ, അതടിക്കും. അത് ചെയ്യാൻ അറിയുന്നത് ആ റിപ്പോർട്ടിങ് അടിക്കുക. അല്ലാത്തൊരു മറ്റേ റിപ്പോർട്ടിങ് അടിക്കുക. സാധാരണ റിപ്പോർട്ടിങ് അടിക്കും. അല്ലാതെ ഇപ്പോൾ ഒന്നുമേ ചെയ്യാൻ പറ്റത്തില്ല. കേസ് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഫയൽ 2-3 പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഫയൽ ചെയ്യും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ അവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ്റിനോടാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ്റിനോട്, സൈബർ സെല്ലിനോടും പോലീസുകാരോടാണ് ഞാൻ പറയുന്നത്. ഒന്ന് കനിയും, ഒരു സൈബർ ലോ ഉണ്ടാക്കി തരൂ. നമുക്ക് സൈബർ ലോ ഉണ്ടാക്കി തരൂ. അല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഒരു ഇവിടെ ഈ സോഷ്യൽ മീഡിയ ഒരു വേൾഡ് ആകുമ്പോഴത്തേക്ക് ആ ഒരു പാരലൽ വേൾഡിൽ നിങ്ങളൊരു നിയമം ഉണ്ടാക്കൂ. അത് ഇത്ര വീക്കായ നിയമം കൊണ്ട് ഇരിക്കാതെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ഇവന്മാരിങ്ങനെ നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈബർ സെല്ലുകാർക്ക് വിചാരിച്ച ഇവിടെ എന്തോ ചെയ്യാൻ പറ്റാതെ. സൈബർ സെല്ലുകാർ വിചാരിച്ച ഇവരെയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. പിന്നെ ഈ പരിപാടി ചെയ്യത്തില്ല. അല്ലാതെ ഫോൺ വിളിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി സൈബർ സെല്ലിൽ നിന്ന്, പിന്നെ ഇവന്മാർ ഈ പരിപാടി ചെയ്യത്തില്ല. അതൊന്നും ചെയ്യാതെ നിങ്ങളൊരു മാനുഷിക പരിഗണന ഇവിടുത്തെ സ്ത്രീകൾക്ക് കൊടുത്താൽ മതി. നിങ്ങൾ വെറുതെ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഇത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അതെ ഞങ്ങൾ പോലീസിൽ നിന്നാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ പിന്നെ ചെയ്യത്തില്ല. അതെങ്കിലും ഒന്ന് ചെയ്യും. ഒന്നും കണ്ടുപിടിക്കാൻ ഒരു പരിപാടിയില്ല. നമ്മൾ 4 വിളി വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈബർ സെല്ലിലിരിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ എന്നെയൊക്കെ അവിടെ കൊണ്ടുവരികയും ഞാൻ എല്ലാത്തുങ്ങളെ പൊക്കി ഒരാഴ്ച കൊണ്ട് കൈ തരാം. നിങ്ങളുടെ കയ്യിൽ ഒരാഴ്ച എനിക്ക് ഇന്റേൺഷിപ്പ് തരാം. എനിക്ക് കാശ് വേണ്ട, ഒന്നും വേണ്ട. എല്ലാത്തുങ്ങളും ഞാൻ പൊക്കി പിടിച്ചു തരാം. ഈ ഫേക്ക് ഐഡികളൊക്കെ ഇതൊക്കെ എന്തോ പാടുള്ള ഒരു പാടുമില്ല. ഇതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല. അത് സൈബർ ഇത്രയും ഇവർക്ക് IP അഡ്രസ്സും അതൊക്കെ ഇവർക്ക് കിട്ടുന്ന സമയത്ത് ഇവർക്ക് ഒരു പാടുമില്ല. ഈ സൈബർ ആൾക്കാർക്കൊന്നും ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇവരുടെ ചുമ്മാ ഉടായി. സൈബർ നിയമങ്ങൾ എപ്പോൾ നന്നാവും? സൈബർ സെല്ലിൽ ഇരിക്കുന്ന ആൾക്കാർ എന്ത് നന്നാവും? ഇവിടെ സ്ത്രീകളുടെ മാനത്തിനും അന്തസ്സിനും ഇവിടുത്തെ സിസ്റ്റമൊക്കെ നന്നായിട്ട് വെച്ചേക്കുന്നത്. പക്ഷെ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ കൊള്ളത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സിസ്റ്റം അതാണ്, സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ കൊള്ളത്തേയില്ല. ഇവനൊക്കെ എവിടത്തെ ഡോക്ടറാണോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്നത് മൈരൻ. എൻ്റെ എനർജിയൊക്കെ തീർന്നു. എനിക്കിത്ര ഒന്നും പറഞ്ഞിട്ടൊന്നും തീരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് കലിപ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കലിപ്പുണ്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ഒന്ന് വായിക്കാൻ വഴിയ മക്കളെ. ക്ലിനിക്കൽ സൈക്കോളജി ആണെന്ന് പുള്ളി ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് സത്യമുണ്ടെന്ന് തിരക്കൂ. ഇല്ലല്ലോ, അതും ക്രൈം അല്ലേന്നോ? അതെനിക്കറിയത്തില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അയാൾ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അയാളുടെ ക്ലിനിക്കിൽ പോകുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ച് അതൊക്കെ തട്ടിപ്പോയി 2 ദിവസം കൊണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സത്യമായിട്ടും. സത്യം പറയാൻ നീ വെള്ളം അടിച്ചിരിക്കില്ലേന്നോ? ഞാൻ എന്ത് വെള്ളം? ഞാൻ ഓൺലി പച്ചവെള്ളം. ഞാൻ വെള്ളം അടിക്കാറൊന്നുമില്ല. വെള്ളം അടിക്കില്ല. ഞാൻ ഒരു പരിപാടിയില്ല എനിക്ക്. ഞാൻ ലഹരി. എൻ്റെ അമ്മ എനിക്ക് വയ്യ. അപ്പോൾ എല്ലാവരും അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ 55 മിനിറ്റ് ആയി. 1 മണിക്കൂർ അവറായി.
എന്നിട്ടും എൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങ് പോയിട്ടില്ല. എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇവന്മാർക്കൊന്നും അറിയത്തില്ല രഹന ഫാത്തിമയുടെ ഒന്നും റിയൽ സ്വഭാവം കറക്റ്റായിട്ട്. ഇതൊന്നുമില്ലോ അടിയൊക്കെ കൊടുക്കണ പുള്ളിക്കാരി നമ്മൾ വേണമെങ്കിൽ വിചാരിച്ചാൽ നമുക്ക് അടിയൊക്കെ കൊടുക്കാനൊക്കെ അറിയാം വേണമെങ്കിൽ. അതൊന്നും അറിയത്തില്ല ഇവന്മാർക്ക്. എന്നിട്ടാണ് ഇവന്മാർ ചുമ്മാ അവിടെ ഉണ്ടാക്കുന്നത്. നാളെ ഇവന്മാർക്ക് അല്ല അടിയും കിട്ടിയിട്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യണം. അല്ലാതെ ഒന്നും ശരിയാവത്തില്ല. വേറെ പോവോ? അല്ലാതെ ഇങ്ങനെ ശരിയാക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും ശരി, ഗുഡ് നൈറ്റ്. ഇവിടെ എന്തുവാ എല്ലാവർക്കും ഗുഡ്. അയാളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ കാണുവാണെങ്കിൽ പോയി ഒന്ന് റിപ്പോർട്ട് അടിക്കണേ. അതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയുള്ളത്. നിങ്ങളൊക്കെ റിപ്പോർട്ട് അടിക്കണേ. ഇതും കുറേ നാളുകൾ റെക്കോർഡ് ചെയ്ത് ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ ലൈവ് തെളിവിളി എന്ന് പറഞ്ഞാൽ യൂട്യൂബിലിട്ട് കാശുണ്ടാക്കും. എൻ്റെ ലൈവ് തെളിവിളി നിങ്ങൾ യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്ന പോലെ അല്ല ഇതെന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈവ് തെളിവിളി നിങ്ങൾ യൂട്യൂബിലാവുമ്പോൾ എന്തെങ്കിലും തമിഴിൽ അടിച്ചിട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ സ്ത്രീകളെ മൊത്തം വെടിയായിട്ട് ചിത്രീകരിച്ചിട്ട് അവൻ്റെ വായി തോന്നിയ മൊത്തം എന്ന് പറയുന്നേ. എൻ്റെ ഇപ്പോൾ അവന്മാർ ലൈവ് ഇട്ട് തമ്പനയിലിട്ട് എന്ത് ഷെയർ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ഇതിനുള്ളിൽ അവന്മാരുടെ തമ്പനയിൽ മാത്രമേ ഈ ഉള്ളതിലുള്ളൂ. ഞാൻ അതിനുള്ളിൽ പറയുന്നില്ല, നല്ല കാര്യം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. പക്ഷെ ഈ നാറി ഇവിടെ കിടന്ന് പറയുന്നത് എല്ലാ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും, അത്രയ്ക്കും വൃത്തികെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് അവൻ്റെ വീഡിയോ ഇതാക്കാൻ വേണ്ടി പറ്റത്തില്ല. എൻ്റെ ഇത് ഇവന്മാരെല്ലാം കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് പൈസ ഒന്നും കിട്ടത്തൊന്നുമില്ല എൻ്റെ വീഡിയോ കൊണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാം കൊണ്ട് കിടക്കുന്ന റിപ്പീറ്റഡ് കണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ അതൊക്കെ അന്വേഷിച്ചു. ആർക്കും പൈസ ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ കൊണ്ടിട്ടുകൊണ്ട്. അല്ലാതെ ഒന്നും ഇതൊന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എനിക്ക് അങ്ങോട്ടേക്ക് മടുത്തു പോയി. അത്രയ്ക്ക് ഇത് നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കണം. അവൻ്റെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ അവൻ ആ ചാനൽ തന്നെ പൂട്ടണം, ആ മൈരൻ. എനിക്കതാണ് പറയാനുള്ളത്. അവനെന്ത് ഇത്ര തമ്പനയിൽ ദാരിദ്ര്യമാണോ? എന്ത് വൃത്തികെട്ടവനാണോ അവൻ? തമ്പനയിലില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അവന് തമ്പനയിൽ. എല്ലാവർക്കും ശരി, ഗുഡ് നൈറ്റ്. എന്നാൽ കമൻറ്റ് വായിക്കണം, പോകണം തായോളി. അങ്ങനെ ഞാൻ അവനെ അങ്ങനെയൊക്കെ വിളിക്കാനാണ് അവിടെ പോയത്. പക്ഷെ അങ്ങനെ മദർ ഫക്കാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീവിരുദ്ധമാകുന്നത്. ഞാൻ അവനെ പോയി തന്തയോളി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ അവനെ പോയി തെറിയൊക്കെ വിളിച്ചത്. ഞാൻ ഒരാളുടെ അടിയിലായിട്ട് പോയി അങ്ങനെ തെറിയൊന്നും വിളിക്കത്തില്ല. ഞാൻ എവിടെയെങ്കിലും നിങ്ങൾ 1 മണിക്കൂർ ഒരാളെ തെറി വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ 1 മണിക്കൂറായി ഞാൻ ഒരുത്തരെ തെറി വിളിക്കുന്നു. സ്ത്രീകളായാലൊന്നും പറയുന്നില്ല, ഫെമിനിസ്റ്റുകളാണെന്നത്. എടാ റോജ കാസർഗോഡ്. പിന്നെ സ്ത്രീകളും പിന്നെ ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾ, കൂടുതൽ സ്ത്രീകളല്ല. പിന്നെ നിന്റെ മൈരാളെ പറയിപ്പിക്കണം എന്നെ കൊണ്ട്. ഈ ഫെമിനിസ്റ്റുകളൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തോടില്ല പറയുന്നത്. പിന്നെ ഞാൻ ഇത്ര നേരം ഇവിടെ കിടന്ന് ഉണ്ടാക്കി പിന്നെ എന്തുവാ പ്രത്യേക മൈരന്മാർ അതിനേക്കാളും വലിയ. ഇത് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കും. ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ ഒരു പിന്നെ എന്തുവാ ഇത് വേണം, നിയമ നിർമ്മാണം വേണം. അല്ലാതെ ഒന്നും ശരിയാവത്തില്ല. സത്യമായിട്ടും അവൻ്റെ ഓഫീസ് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ അവിടെ പോയി അടിക്കാം. അത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. നമുക്ക് അവനെ അവിടെ പോയി അടിക്കാം. ഇത് നാളെ നിങ്ങൾ ഗൂഢാലോചന എന്ന് പറഞ്ഞു എങ്ങനെ വല്ല സൈബർ സെല്ലോ പോലീസ് കേസെടുത്തൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വേണം ജയിലിൽ പോയി കിടക്കാൻ, ജയിലിൽ പോയി കിടക്കാം, എനിക്കൊരു കുഴപ്പമില്ല. കാരണം നിങ്ങളിവിടെ നിങ്ങളുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട്, സ്ത്രീകളുടെ മാനത്തിൽ ഒരു വിലയും കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ലൈവ് എന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. സൈബർ സെല്ല്, തൃശ്ശൂർ സൈബർ സെല്ല് പിന്നെ അഡ്വക്കേറ്റ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് അയ്യോ അതിനകത്തൊന്നും ഇല്ല, എന്തോ അതിനകത്തുള്ളതെന്ന്. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിനകത്തെന്തോ കുഴപ്പമില്ല. അയാൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ സ്ത്രീകളൊക്കെ വൃത്തികേട് പറയുന്നതാണോ സ്റ്റോക്ക് മാർക്കറ്റ്? എന്ത് വൃത്തികേടാണ്! ഓ ഭയങ്കര വൃത്തികേട്. എനിക്കങ്ങോട്ടേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉണ്ടല്ലോ അവനെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, കുഞ്ഞാടെ മോനെ പിടിച്ചിട്ടുണ്ടല്ലോ, അവൻ്റെ സത്യയുടെ അവൻ്റെ ചുണ്ട് നിങ്ങൾ നോക്കി ശരിക്കും. ഞാൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറയും. അവൻ്റെ ചുണ്ട് ശരിക്കും പശുവിനെ കുണ്ടി പോലെ തന്നെ ഇരിക്കുന്ന അവനെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ പോട്ടെ. അല്ലെ പിന്നെ ഞാൻ അവൻ്റെ അഡ്രസ്സ് ഉണ്ട്, സ്റ്റാച്യുവിൽ വീടെന്ന് തോന്നുന്നു. അവൻ ലിങ്സ് ഇൻ ട്രിവാൻഡ്രമാണല്ലേ. അപ്പം പിന്നെ വലിയ വണ്ടിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങോട്ടേക്ക് നേരെ പോവുക. നാളെ തന്നെ പോയി കണ്ടേക്കാം. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് സഹോദരൻ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് അവൻ്റെ വീട് സ്റ്റാച്യൂലാണല്ലേ, അത് വളരെ ഉപകാരം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ്